കണിക്കച്ചിറ കൺവെൻഷൻ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ പ്രഭാഷണത്തിന് ക്ഷണിച്ചപ്പോഴൊക്കെ വരാൻ കഴിയാത്ത ഒരവസരം എനിക്കുണ്ടായിരുന്നു. ഇത്തവണ ക്ഷണിക്കുമ്പോഴും ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ചില അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ മഹനീയമായ ഒത്തുചേരലിൽ പങ്കെടുക്കാനും ഇവിടെ വർത്തമാനം പറയാനും ഗുരുവിനെ കുറിച്ചും ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ചിട്ടുമുള്ള ആലോചനകളിൽ മനസ്സ് ചേർക്കാനും ആ അസൗകര്യങ്ങളൊന്നും ഒരു തടസ്സമായി തീർന്നില്ല എന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. തീർച്ചയായും കേരളത്തിന് തന്നെ മാതൃകാപരമായ ഒരു കൺവെൻഷനാണ് ഇവിടെ ഇപ്പോൾ ഈ മണിമലയാറിൻ്റെ കരയിൽ നടക്കുന്നത്. ഇന്നലത്തെ ഏതാണ്ട് മീറ്റിങ്ങുകളൊക്കെ അനീഷിൻ്റെയും ഗുരുപഥം ടിവിയുടെയും ലൈവിലൂടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിൽ ഇന്നലെ തൃശ്ശൂരിൽ അടിയന്തരമായി പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് ഇത് മാറ്റിവെക്കേണ്ടി വന്നതാണ്. ഗുരുവിൻ്റെ ദർശനാനുഭൂതി എന്നത് സംസാരിക്കാൻ നാം എടുത്തിരിക്കുന്ന ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഇന്നലെ കുരിശേറ്റത്തിൻ്റെ ദിവസമായിരുന്നെങ്കിൽ ഇന്ന് ദുഃഖവെള്ളിയുടെ അതിൻ്റെ മറ്റൊരു വലിയ ആഖ്യാനത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നമുക്കിടയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ യേശുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളുടെയും ഒരു ദിവസമാണ്. കഠിനമായ പീഡ അനുഭവിച്ചുകൊണ്ട് കർത്താവ് കുരിശിലേറ്റപ്പെട്ടതിൻ്റെ സ്മരണകൾ പല രൂപത്തിൽ തരുന്ന ഈ നിമിഷം സഹോദരൻ അയ്യപ്പനോട് ഗുരു പറഞ്ഞ നീ ക്ഷമിക്കണം, കർത്താവിനെ പോലെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ വാക്യത്തെ മനസ്സിൽ കൊണ്ടുവരും. യേശുവിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അറിവുകളുടെയും സ്മരണകൾ കിടക്കുന്നത് തീർച്ചയായിട്ടും മണിമലയാറ് പോലെ തന്നെ കല്ലടയാറിൻ്റെ തീരത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. പട്ടാഴി എന്ന സ്ഥലത്തെ ആറാട്ടുപുഴ പള്ളിയിൽ നിന്ന് ക്രിസ്മസിന് വരുന്ന ആ ഘോഷയാത്രയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഉണ്ണിയേശുവാണ് എൻ്റെ കുട്ടിക്കാലത്തെ എന്നെ ബലപ്പെടുത്തിയ വലിയ പ്രതീകങ്ങളിലൊന്ന്. ആ ഉണ്ണിയേശുവിനെ കുറിച്ചിട്ടുള്ള പീഡയുടെ സങ്കല്പം വളരെ പിന്നീട് നജ്വ കവാർഫാറയുടെ ഒരു പുസ്തകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ ഫലസ്തീനിനെ കുറിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. നജ്വ കർത്താവിൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നവളും ലോകപ്രശസ്തയായ ഒരു അറേബ്യൻ നോവലിസ്റ്റുമാണ്. സാഹിത്യം വായിക്കൽ ഒരു ജീവിത സംസ്കാരമാക്കി തീർത്ത എൻ്റെ കയ്യിലേക്ക് തിരുവല്ലായിൽ നിന്ന് കടന്നു വന്ന ഒരു പുസ്തകമാണ് ഫലസ്തീൻ ആസ് എ കോണ്ടിനെൻ്റ് എന്ന് പറയുന്ന നജ്വയുടെ പുസ്തകം. വളരെ സന്തോഷവും ദുഃഖവും ഒക്കെ ഇടകലർന്ന ഭാഷയിൽ അവർ കർത്താവ് ജനിച്ച യെരുശലേമിനെ കുറിച്ച് ആ പുസ്തകത്തിൽ പറയും. ആപ്രിക്കോട്ട് മരങ്ങൾക്കും ചെറികൾക്കും ഇടയിൽ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒത്തുകൂടുകയും റൊട്ടിയും ഹമൂസും കഴിക്കുകയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും പരസ്പരം സ്നേഹത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ആവേ മരിയ പള്ളിയിലെ മണിയടിയെക്കുറിച്ചും വർത്തമാനം പറയുകയും ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ നജ്വ പറയും. നിങ്ങൾക്കറിയുമോ നജ്വ എന്ന എൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് അതിൻ്റെ ആമുഖത്തിൽ വിസ്തരിച്ചിട്ട് ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് വിശ്വാസിയായ തൻ്റെ പിതാവിൻ്റെ പള്ളിയിലെ പുരോഹിത ജോലിയെക്കുറിച്ചും നജ്വ പറയും. പക്ഷേ ഞങ്ങളുടെ ആ സന്തോഷങ്ങൾ നീണ്ടുപോയില്ല. കുറേ കഴിഞ്ഞപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ നാട് നഷ്ടപ്പെട്ടു പോയി, യെരുശലേമിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി.
അങ്ങനെ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വീട്ടിൽ നിന്ന് ഒരിക്കൽ പുറത്തേക്കിറങ്ങുമ്പോൾ വല്ലാതെ ജനാലയ്ക്കൽ നോക്കി നിന്ന മാതാവിനോട് ഞാൻ ചോദിച്ചു, അമ്മയോട്, അമ്മ നീ എന്തിനെയാണ് നോക്കി നിൽക്കുന്നത്? അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഈ ജനാലയുടെ പുറത്തേക്ക് ഞാൻ നോക്കി നിന്നപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ സ്വപ്നത്തിൽ കാണാറുണ്ടായിരുന്ന കർത്താവ് അവിടെ നിൽക്കുന്നതായി ഞാൻ കണ്ടു. യേശുവിൻ്റെ ശരീരം മുഴുവൻ ചോര പൊടിഞ്ഞിരുന്നു. ക്രൂശിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കർത്താവിനെ ഞാൻ കണ്ടു. യേശു എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ചിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എന്തിന് യേശുവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു എന്നതിന് പണ്ട് സുകുമാർ അഴീക്കോട് മാസ്റ്റർ ഗുരുവിൻ്റെ ദുഃഖം എന്ന പുസ്തകം എഴുതിയപ്പോൾ അതിൽ പറഞ്ഞ ഒരു കൃതി തെളിവായി നിൽക്കും. അത് ഡോക്ടർ കെ ശ്രീനിവാസൻ എഴുതിയ ശ്രീനാരായണ ഗുരു എന്ന ഇംഗ്ലീഷിലെ പുസ്തകമാണ്. ഗുരുവിനെപ്പറ്റി പലരും പല ഭാഷകളിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അധികം പുസ്തകങ്ങൾ വന്നിട്ടുള്ളത് മലയാളത്തിലായിരിക്കുമെങ്കിലും നടരാജഗുരു ഉൾപ്പെടെയുള്ളവർ ഗുരുവിനെപ്പറ്റി ഇംഗ്ലീഷിൽ അതിമനോഹരമായി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നടരാജഗുരു ശ്രീനാരായണനെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുക. അത് ഊട്ടിയിലെ ഫേൺ ഹില്ലിൽ ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യമാകും. ഫേൺ ഹിൽ ഊട്ടിയുടെ ഉയരത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ഗിരിയാണ്. നീലഗിരിയുടെ മുകളിലൊരു ഗിരിസ്ഥലമാണ്. ട്രാവൻകൂർ സർക്കാർ ശ്രീനാരായണ ഗുരുവിന് നൽകിയ 4 ഏക്കറിൽ ശ്രീനാരായണ ഗുരുവിന് വേണ്ടിയിട്ടുള്ള മഹത്തായ ഒരു ഗുരുകുലം അവിടെ നടരാജഗുരു ഒരുക്കി വച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ആ ഫേൺ ഹില്ലിലെ ഗുരുകുലത്തിൻ്റെ മധ്യത്തിൽ നിത്യചൈതന്യേദിയും നടരാജഗുരുവും സജ്ജീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങൾക്ക് മധ്യത്തിൽ ഞാൻ നിൽക്കുമ്പോഴും അതിലെ പുസ്തകങ്ങൾ ആകാവുന്നിടത്തോളം മറിച്ചു നോക്കുമ്പോഴും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെയും സ്നേഹത്തെയും പഠിക്കുന്നതിനു വേണ്ടി ഗുരു നിത്യചൈതന്യേദി മറിച്ചുപോയ പുറങ്ങളെ നമുക്കതിൽ കാണാൻ പറ്റും. ഒരുപക്ഷെ ലോകപ്രശസ്തരായ തത്വചിന്തകരുടെ ദർശനങ്ങൾക്കകത്തുനിന്ന് ചില വാക്കുകളെടുത്ത് ഗുരുവിൻ്റെ ദർശനത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി നിത്യചൈതന്യേദി സഞ്ചരിക്കുന്ന ദൂരം നമുക്കതിൽ കാണാൻ പറ്റും. യതിയെപ്പോലെയുള്ളവർ, നടരാജനെപ്പോലെയുള്ളവർ, സ്വാമി ജോൺ സ്പിയേഴ്സിനെ പോലെയുള്ളവർ ശ്രീനാരായണ ഗുരുവിനെപ്പറ്റി അതിമനോഹരമായ ആംഗലേയത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ കെ ശ്രീനിവാസൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലല്ല, ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ശ്രീനാരായണനെ വരച്ചിടുന്നത്, സാമൂഹിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ എഴുതിയ ഈ പുസ്തകത്തെ ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതിയിൽ ഒരധ്യായത്തിൽ ഒരു പ്രഭാഷണത്തിൻ്റെ മധ്യത്തിൽ സുകുമാർ അഴീക്കോട് മാസ്റ്റർ വളരെ വരിഷ്ഠമായി ഓർത്തെടുത്തിട്ടുണ്ട്. അതിൽ ശ്രീനിവാസൻ പുസ്തകരചനയുടെ മധ്യത്തിൽ സോഷ്യോളജിയുടെ എല്ലാ ടേംസും മാറ്റിവെച്ച് സങ്കടത്തിൻ്റെ ഭാഷയിൽ ഗുരുവിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഗുരുവിൻ്റെ സമാധിക്ക് തൊട്ടു മുന്നിലുള്ള സന്ദർഭമാണ്. ഗുരുവിൻ്റെ സമാധിയെപ്പറ്റി നമുക്കറിയാം. അതും ഭാർഗവൻ വൈദ്യരുടെ ഓർമ്മകളിലൂടെ നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. വിദ്യാനന്ദ സ്വാമികളും അച്യുതാനന്ദ സ്വാമികളും ഭാർഗവൻ വൈദ്യരുടെ ബാല്യകാലവുമാണ് ഗുരു സമാധിയാകുമ്പോൾ അടുത്തുണ്ടായിരുന്നത്. അതിപ്പോൾ നമ്മുടെ കാലത്തെ ചില സമാധികൾ കൊണ്ടാടപ്പെടുന്നത് പോലെയല്ല ശ്രീനാരായണൻ്റെ സമാധി. അപാരമായ സ്നേഹവും അപാരമായ തപസ്സിൻ്റെ ചൂടും അപാരമായ സ്നേഹവും ഒത്തുകൂടിയ ഒരു വിഹ്വലതയുടെ മധ്യത്തിലാണ് ശ്രീനാരായണൻ സമാധിയിലേക്ക് പോകുന്നത്. യോഗവാസിഷ്ഠത്തിലെ ജീവൻ മുക്ത ഭാഗത്തെ പറ്റിയിട്ടുള്ള ഭാഗം വിദ്യാനന്ദ സ്വാമി ആയിരിക്കണം അവിടെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഭാർഗവൻ പറയുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലമാണത്, എനിക്ക് ആ ദൃഷ്ടികളെ താങ്ങാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. അതിന് 3 ദിവസം മുൻപ് ഗുരുവിന് വാക്കുകൾ നഷ്ടപ്പെട്ടിരുന്നു. ഹീ പാസ്ഡ് ത്രൂ ടെറിബിൾ മൊമെൻറ്റ്സ് ഓഫ് ആഗണി ആൻഡ് പെയിൻ. അതിതീവ്രമായ വേദന,
ഗുരു തൻ്റെ ശരീരത്തിൽ എത്രയോ നാളായി അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഗുരു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ബേലൂർ മഠത്തിൽ വെച്ചാണ് ആദ്യമായി ഗുരുവിൻ്റെ രോഗം തിരിച്ചറിയപ്പെടുന്നത്. വല്ലാത്ത വേദന ശരീരത്തിലേക്ക് കടന്നു വരുന്നത് ഗുരു വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയുന്ന തീക്ഷ്ണമായ നയനങ്ങൾ ഗുരുവിനുണ്ടായിരുന്നു. ഞാൻ ഗുരുവിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ അനുഭവങ്ങളെ സ്വാംശീകരിക്കുമ്പോഴെല്ലാം എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട്, നീ വിചാരിക്കുന്നുണ്ടോ അരുവിപ്പുറത്തേക്ക് ഗുരു നമ്മളൊക്കെ നടന്നു പോകുന്ന വഴിയിലൂടെയാണ് ആദ്യമായി എത്തിയത് എന്ന്? ഗുരു അരുവിക്കരയിലെ അരുവിപ്പുറത്തെ നെയ്യാറിൻ്റെ ആ കരയിലെ ഇപ്പോൾ കാണുന്ന പാലം കടന്നിട്ടാണ് അരുവിപ്പുറത്തേക്ക് വന്നതെന്നാണോ നീ വിചാരിക്കുന്നത്? അങ്ങനെയല്ല. പണ്ട് റോഡ് സൗകര്യമൊന്നുമില്ലാതിരുന്ന അരുവിപ്പുറത്തേക്ക് ഗുരു നെയ്യാറ്റിൻകരയിൽ നിന്നൊരു ഊടുവഴിയിലൂടെ നടന്നു വരുമായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ ഗുരുവിനെ കേട്ടിട്ടുണ്ടോ? നീ ഗുരുവിനെ എപ്പോഴെങ്കിലും ധ്യാനത്തിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെയല്ല, ഗുരുവിനെ കണ്ടവരെ എനിക്കറിയാം. നല്ല വയസ്സായ മനുഷ്യർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഗുരു നെയ്യാറ്റിൻകരയിൽ ഇറങ്ങി അരുവിപ്പുറത്തേക്ക് പുഴയുടെ ഓരം പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരും. അദ്ദേഹം ഒരു കുന്നിൻ മുകളിലൂടെ നടന്ന് മെല്ലെ അരുവിപ്പുറത്തെ കൊടിതൂക്കി മലയിൽ ആദ്യം എത്തും. അവിടെ ഇരുന്നിട്ടാണ് ഗുരു തപസ്സിൻ്റെ ഗുഹ കണ്ടെത്തുന്നത്. ആ ഗുഹയിൽ എത്രയോ നാളിരുന്നതിൻ്റെ പാട് ഗുരുവിൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുളിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ ഭാർഗവൻ ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ കാണുന്ന കല്ലിച്ച 2 പാടുകൾ എങ്ങനെ ഉണ്ടായതാണ് ഗുരു? ഗുരു മറുപടി പറഞ്ഞു, എൻ്റെ ഈ ശരീരത്തിലെ ഈ പാടിന് ആ ഗുഹയോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് ഈ പാടുണ്ടായത്. അത്രമേൽ കഠിനമായ തപമാണ്. തപസ്സുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ധ്യാനത്തെ മുഴുവൻ തന്നിലേക്ക് സന്നിവേശിപ്പിക്കുന്ന കലാവൈദഗ്ധ്യമാണ് ആ അടയാളമായി ഗുരുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത് എന്ന് ഗുരു തൻ്റെ ഏറെ എളിയ ഒരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വരവിനെപ്പറ്റി ഈ സുഹൃത്ത് കേട്ടറിഞ്ഞ കാര്യം എന്നോട് പറഞ്ഞത്, ഗുരു നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം തൻ്റെ ചുറ്റുവട്ടങ്ങളെ മുഴുവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് നടക്കുക. മുന്നിൽ കാണുന്ന ഇലയുടെ ഔഷധരഹസ്യമേത് എന്ന് ഗുരുവിന് പറയാൻ കഴിയുമായിരുന്നു. ഇതേത് ഇലയാണ്, ഇതേത് ചെടിയാണ്? മുന്നിൽ കാണുന്ന ഉറുമ്പുകളെ ചവിട്ടാതെ സൂക്ഷിച്ച് തൻ്റെ പാദങ്ങളെ വെച്ച് അദ്ദേഹം നടന്നു പോകുമായിരുന്നു. ഈ ജീവിത സൂക്ഷ്മതയാണ് ഗുരുവിൻ്റെ അനുകമ്പ ദശകത്തിലുള്ളത് എന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ സദാ ഈശ്വര നീ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിത്തരണേ എന്ന് ഗുരു എഴുതുകയുണ്ടായി. അപ്പോൾ അനുകമ്പ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ഗുരുവിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്ന ഒരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞ വരി പറയും, കരുണാകര നിന്റെ മെയ്യുടെ ബോധമുണ്ടല്ലോ, തിരുമൈ വിട്ടകലാത ചിന്തയും എൻ്റെ ശരീരത്തിൽ നീ നിലനിർത്തിത്തരണേ എന്ന പ്രാർത്ഥന പറഞ്ഞിട്ടാണ് ഗുരു ഭക്തിയെ നിർവചിക്കുക. അനുകമ്പ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് ഈശ്വരൻ്റെ രൂപത്തെക്കുറിച്ചിട്ടുള്ള ബോധവും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ യേശുവിൽ തുടങ്ങിയത്. യേശുവിനെ ഇത്രമേൽ സ്നേഹിച്ചിരുന്ന ഗുരു തൻ്റെ ദൈവദശകത്തിൻ്റെ ഉള്ളിലേക്ക് സകല ദൈവങ്ങളുടെയും സങ്കല്പങ്ങളെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ പരമേശൻ്റെ പവിത്രപുത്രനെപ്പറ്റി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് എടുത്തു പറയും. അത്രമേൽ ധ്യാനത്തെ ശരീരത്തിലേക്ക് കൊണ്ടുവന്ന ഗുരു വേദന ശരീരത്തിലേക്ക് വരുന്നതിനെ തിരിച്ചറിഞ്ഞു. അത് ബേലൂർ മഠത്തിൽ വെച്ചാണ് തിരിച്ചറിയുക. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ഈ വേദനയുടെ മൂലകാരണം കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ വിശ്രമത്തിന് അദ്ദേഹത്തെ അദ്വൈതാശ്രമത്തിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് അലോപ്പതി ചികിത്സയും ആയുർവേദവും നാട്ടുമരുന്നും ഒരുമിച്ച് ചികിത്സ ആരംഭിക്കും. അപ്പോഴാണല്ലോ കൃഷ്ണൻ വൈദ്യർ പാലക്കാട്ടേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുക. കൃഷ്ണൻ ഡോക്ടറും ഡോക്ടർ കൃഷ്ണനും മകനും കൂടി പാലക്കാട്ട് അദ്ദേഹത്തെ ചികിത്സിക്കും. എന്നിട്ട് മദിരാശിയിലേക്ക് കൊണ്ടുപോകും. മദിരാശിയിൽ വെച്ചുള്ള ചികിത്സയാണ് ഗുരുവിൻ്റെ വേദനയ്ക്ക് അല്പമൊരു ശമനം കൊടുക്കുന്നത്. അവിടെ വെച്ച് ഗുരു തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും. തിരിച്ച് പാലക്കാട്ടേക്ക് തന്നെ വരും. അസംഖ്യം ജനങ്ങൾ
പാലക്കാട്ട് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ കാത്തു നിന്നതിനെക്കുറിച്ചൊക്കെ ജീവചരിത്രകാരന്മാർ സസൂക്ഷ്മമായി എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും അദ്വൈതാശ്രമത്തിലേക്ക് വരും, അവിടെ നിന്ന് വർക്കലയിലേക്ക് വരും, ശിവഗിരിയിൽ നിന്ന് പേട്ടയിലേക്ക് പോകും. പേട്ടയിൽ വെച്ചാണ് ഡോക്ടർ നോബിളും ഡോക്ടർ സോമർവെല്ലും ഗുരുവിനെ ചികിത്സിക്കുന്നത്. ചികിത്സയുടെ ഒരു ദീർഘകാല അനുഭവം ഗുരുവിൻ്റെ ശരീരത്തിൽ എഴുതി വെച്ച വേദനയുടെ പാടിനെ കുറിച്ചിട്ടാണ് ഹി പാസ്ഡ് ത്രൂ ടെറിബിൾ മൊമെന്റ്സ് ഓഫ് ആഗോണി ആൻഡ് പെയിൻ എന്ന് ഡോക്ടർ കെ ശ്രീനിവാസൻ എഴുതുന്നത്. ബട്ട് എ വീക്ക് പ്രയർ ടു ദ എൻഡ് കാം ആൻഡ് പോയിസ് റിട്ടേൺഡ്. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് അല്പ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഗുരു മൗനത്തിൻ്റെ ഒരു പ്രത്യേക പുതപ്പിനെ എടുത്തണിയുകയുണ്ടായി എന്ന് ശ്രീനിവാസൻ എഴുതി വയ്ക്കുന്നുണ്ട്. ഹി വാസ് കംപ്രസ്ഡ് ആൻഡ് ഡിഗ്നിഫൈഡ്. നടരാജൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗുരു വേദന കൊണ്ട് അസ്വസ്ഥപ്പെടുമ്പോൾ, ഇതാണ് ഈ ദുഃഖവെള്ളിയിൽ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം, തൻ്റെ വേദനകൾ ലോകത്തിൻ്റെ വേദനകളാക്കി തീർക്കാതെയും ലോകത്തിൻ്റെ പാപത്തെയും പീഡയെയും മുഴുവൻ തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്തതുപോലെ അമ്മ അമ്മ എന്ന് സങ്കടത്തോടുകൂടി ഗുരു വിളിക്കുമ്പോഴൊക്കെ നടരാജൻ അടുത്ത് ചെന്ന് ചോദിക്കുമായിരുന്നു, ഗുരു വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ, അങ്ങയുടെ വയറ് ഞാനൊന്ന് തടവിത്തരട്ടെ, അങ്ങയുടെ കരങ്ങൾ ഞാനൊന്ന് തടവിത്തരട്ടെ, വേദനയ്ക്കല്പമൊന്ന് ശമനമാകാൻ വേണ്ടിയിട്ട് അങ്ങയുടെ പാദങ്ങൾ ഞാനൊന്ന് തടവിത്തരട്ടെ. അപ്പോൾ ഗുരു ചിരിക്കും. ചിരിച്ചിട്ട് പറയും, ഈ വേദനയൊക്കെ ഒരു വേദനയാണ്, വേദന മനസ്സിൻ്റെ വേദനയാണ് കേട്ടോ വേദന. പെയിൻ എന്ന് പറയുന്ന പീഡാകരമായിട്ടുള്ള ആ സങ്കല്പത്തെ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്നതിനേക്കാൾ ദാർശനികമായി ലോകത്തിൻ്റെ സങ്കടങ്ങളായി പരിവർത്തിപ്പിച്ചുകൊണ്ട് ആ സങ്കടങ്ങൾ അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് ഗുരു അതിനെ കടിച്ചു പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഗുരുവിൻ്റെ ജീവചരിത്രങ്ങൾ പറയും, ഗുരുവിൻ്റെ മുന്നിലെത്തുമ്പോൾ രോഗം ഭേദമാകുന്നതിന് വേണ്ടി ആളുകൾ ശിവഗിരിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. വല്ലാതെ വേദനിച്ച ഒരു ദിവസം വൈക്കത്ത് നിന്നായിരിക്കണം ഒരു പെൺകുട്ടി അവളുടെ അസുഖം മാറുന്നതിന് വേണ്ടി മാതാപിതാക്കളോടൊപ്പം ഗുരുവിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൾ വേദനയോടുകൂടി ആശ്വാസത്തിന് വേണ്ടി ഗുരുവിൻ്റെ മുന്നിൽ നിന്നു. ഗുരു അവളെ അനുഗ്രഹിച്ച് നിന്റെ അസുഖം ഭേദമാകട്ടെ എന്ന് പറഞ്ഞു. ക്രൂശിൽ നിൽക്കുമ്പോഴും ക്രൂസിഫിക്ഷൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോഴും തൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, അങ്ങനെയാണ് ഗുരുവിനെ പറ്റി എഴുതുക. കഠിനമായ വേദനയുടെ ഇടയിലും ലോകത്തിൻ്റെ സങ്കടങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച ശ്രീനാരായണനെ അപാരമായി സ്നേഹിച്ചുകൊണ്ട് പിന്നിൽ നിന്ന ഒരു ശിഷ്യനെക്കുറിച്ച് ഒരുപക്ഷെ ഇവിടുത്തെ ക്ലാസ് മുറിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് സഹോദരൻ അയ്യപ്പനാണ്. ആർ ശങ്കരുടെ പേരിലുള്ള ദിനമാണല്ലോ ഇന്നലെ സി കേശവൻ്റെ പേരിലുള്ള ദിനമായിരുന്നു. ഇന്നലത്തെ പ്രഭാഷണങ്ങളിൽ കുമാരനാശാനെക്കുറിച്ചും പറഞ്ഞ് കേൾക്കുകയുണ്ടായി. ഈ കൂട്ടത്തിൽ തലയെടുപ്പോടെ നിന്ന ഒരാളിൻ്റെ പേരാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ. അയ്യപ്പൻ ഗുരുവിൻ്റെ ദർശനത്തെ ഗുരുവിൻ്റെ ധ്യാനത്തിലൂടെയാണ് മനസ്സിലാക്കിയത് എന്ന് പറയാം. ഗുരുവിനെ കാണാൻ അദ്വൈതാശ്രമത്തിൽ ഒരിക്കൽ ചെല്ലുമ്പോൾ അവിടുത്തെ ശിഷ്യർ പറഞ്ഞു, ഗുരു അദ്വൈതാശ്രമത്തിലില്ല, അദ്ദേഹം വാൽമീകി കുന്നിലാണ്. വാൽമീകി കുന്ന് എന്ന പേര് കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക് ലേശം കൗതുകമൊക്കെ തോന്നുന്നുണ്ട്. അദ്വൈതാശ്രമത്തിന് ഒരു 5-6 മൈൽ അപ്പുറമുള്ള ഒരു കുന്നിൻ പുറത്തെയാണ് വാൽമീകി കുന്ന് എന്ന പേരിൽ അറിയപ്പെട്ടത്. സത്യത്തിൽ ആ കുന്നിൻ്റെ പേര് അങ്ങനെ ആയിരുന്നില്ല. തോട്ടുമുഖം എന്നറിയപ്പെടുന്ന ഒരു വിജന പ്രദേശമായിരുന്നു ആ സ്ഥലം. അതിൻ്റെ പ്രാന്തത്തിൽ കുറച്ച് ഭിക്ഷക്കാർ താമസിച്ചിരുന്നു. ഭിക്ഷക്കാർ എന്ന് പറഞ്ഞാൽ അവർ പിച്ചയെടുത്ത് ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നില്ല. പക്ഷെ നമ്മുടെ സാമൂഹിക അസമത്വത്തിൻ്റെ കാലാവസ്ഥകൾ അവരെ പിച്ചയെടുപ്പ് പോലും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതമാക്കി തീർത്തതിൻ്റെ പ്രതീകങ്ങളായിരുന്നു. അവർ കുഞ്ഞുങ്ങളെ അതിരാവിലെ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പിച്ച തെണ്ടാൻ വിടും. അങ്ങനെ ആലുവ പട്ടണത്തിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ പിച്ച തെണ്ടി 2 ഉറുപ്പികയുമായി സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നു കയറും. നമ്മൾ തകഴിയുടെ തോട്ടിയുടെ മകനിലൊക്കെ കാണുന്നത് പോലെ പഴങ്കഞ്ഞി വളിച്ചതോ ഒക്കെ കഴിച്ചിട്ട് ജീവിതത്തിലെ ദുഃഖങ്ങളെ
ആ മലിനമായ ഭക്ഷണങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഈ കുഞ്ഞുങ്ങളും തള്ളയും തന്തയും ഒക്കെ കിടന്നുറങ്ങുന്ന അതിദയനീയമായ ചിത്രം കൊണ്ട് ഭൂമിയിൽ വരച്ചു ചേർക്കപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ പേരാണ് തോട്ടുമുഖം എന്ന് പറയുന്ന സ്ഥലം. ഈ തോട്ടുമുഖത്തെ കുന്നിൻ്റെ പേര് വാൽമീകി കുന്നായി മാറിയതിൻ്റെ പുറകിലൊരു ചരിത്രമുണ്ട്. ആ സ്ഥലം ക്ഷുരകവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റേതായിരുന്നു. പക്ഷെ ജീവിതത്തിൻ്റെ ഒരു ദയനീയ സന്ദർഭത്തിൽ ആ മനുഷ്യൻ ഒരു കൊലപാതകം ചെയ്യാൻ വിധിക്കപ്പെട്ടു. അയാൾ കൊലപാതകം ചെയ്ത് ശിക്ഷയനുഭവിച്ച് ജയിലിൽ കിടക്കുമ്പോൾ മഹാരാജാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് ശിക്ഷ ഇളവു ചെയ്യപ്പെട്ട ഒരാളായി അയാൾ മാറി. അയാളും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അന്ന് ഇയാളെ ജയിലിൽ നിന്ന് പുറത്തു വിട്ടു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഇയാൾ തൻ്റെ സ്വദേശമായ ആലുവായിലേക്ക് ഈ തോട്ടുമുഖത്തേക്ക് വരുമ്പോൾ ബന്ധുക്കളാരും അയാളെ കൂടെ കൂട്ടിയില്ല. കൊല ചെയ്തവൻ തങ്ങളുടെ അന്തസ്സിന് കേടുവരുത്തുമെന്ന് കരുതി അയാൾക്ക് തുള്ളി വെള്ളം കൊടുക്കാൻ ഒരാളും തയ്യാറായില്ല. അങ്ങനെ അയാൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അയാളോട് ആരോ പറഞ്ഞിരിക്കണം, അദ്വൈതാശ്രമത്തിൽ ഗുരുവുണ്ട്, ഒന്ന് ചെന്ന് കണ്ടാൽ എന്താ. ഈ മനുഷ്യൻ ഗുരുവിനെ കാണാൻ വേണ്ടി മടിച്ചായിരിക്കണം അദ്വൈതാശ്രമത്തിൻ്റെ പുറത്ത് പോയി നിന്നു. എത്രയോ മനുഷ്യർക്ക് ഇതിനോടകം വരവേൽപ്പ് കൊടുത്ത ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അദ്വൈതാശ്രമം. ഇന്നലെ മനക്കച്ചിറയിലെ പ്രഭാഷണത്തിലെ അത്യുത്കൃഷ്ടമായ പ്രഭാഷണങ്ങളിലൊന്ന് സർവമത സമ്മേളനത്തെക്കുറിച്ചായിരുന്നല്ലോ. നിങ്ങൾ എത്ര പേർ ചെന്നാലും അത്രയും പേർക്ക് ഇരിപ്പിടമൊരുക്കാൻ കഴിയുന്നൊരു സ്ഥലത്തിൻ്റെ പേരാണ് അദ്വൈതാശ്രമം. ലോകത്തെ മഹാപ്രാർത്ഥനാലയങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. ജനലക്ഷങ്ങൾ ഒഴുകി വന്നാലും അവരെ അത്രയും പേരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഇടങ്ങൾ ലോകത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അദ്വൈതാശ്രമം ആ മട്ടിലുള്ള ഒരു സ്ഥലമാണ്. തൊട്ടു മുന്നിൽ ജലം. ഞാൻ അതിന് സാധാരണ വർത്തമാനം പറയുമ്പോൾ പറയുന്നത് ദ റിവർ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഒലിവർ സാക്സിൻ്റെ. അദ്ദേഹം ബോധത്തെക്കുറിച്ച് പറയുകയാണ്. ബോധത്തെ ഏതെങ്കിലും ഒന്നിനോട് താരതമ്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് നദിയോട് താരതമ്യപ്പെടുത്താം. നമ്മുടെ ബോധമനസ്സ് നദി പോലെയാണ്. അത് കാലത്തോട് താരതമ്യപ്പെടുത്താം. അതിന് ബോർഹസിൻ്റെ ഒരു വാക്യമാണ് ഒലിവർ സാക്സ് എടുക്കുക. ടൈം ഈസ് ദ സബ്സ്റ്റൻസ് ഐ ആം മെയ്ഡ് ഓഫ്. എന്നെ നിർമ്മിച്ചത് കാലമാണ്. കാലം നിർമ്മിച്ച ഒരു കലയാകുന്നു ഞാൻ എന്ന ബോർഹസിൻ്റെ വാക്കെടുത്തിട്ട് നമ്മുടെ ബോധമനസ്സിനെ നദിയോട് ഉപമിക്കും. ഇങ്ങനെ ഒരു മഹാനദിക്കരയിൽ ശങ്കരാചാര്യസ്വാമികൾ ജീവിതത്തെ നിർമ്മിച്ചെടുത്ത ആ മുതലയുടെ പിടുത്തത്തിൽ നിന്ന് കാലിനെ വിമോചിപ്പിച്ച അതേ പെരിയാറിൻ്റെ കലയിൽ ശങ്കരൻ നിർമ്മിച്ചെടുത്ത് വ്യാഖ്യാനിച്ച അദ്വൈതത്തെ ജനങ്ങൾക്കുപകാരപ്പെടുന്ന ഒരു മഹാദ്വൈതമായി, ഒരു നവാദ്വൈതമായി മാറ്റിത്തീർക്കുന്ന മഹാപ്രക്രിയ. അതിൻ്റെ മുന്നിൽ ഭേദബുദ്ധിയില്ല. അദ്വൈതമെന്നത് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു മഹാവെളിച്ചമാണെങ്കിൽ ലോകത്തിതേവരെയുള്ള മഹാചാര്യന്മാർ കണ്ടെത്തിയ ഏറ്റവും വലിയ ദർശനങ്ങളിലൊന്നാണെങ്കിൽ ആ ദർശനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി കുത്തൊഴുകുന്ന പെരിയാറിൻ്റെ കരയിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ഭൂതലങ്ങളെയും മനുഷ്യരെയും ഒരുപോലെ എടുത്തുകൊണ്ട് കടലിലേക്ക് കുത്തൊഴുകി പോകുന്ന ആ പെരിയാറിൻ്റെ കരയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമി ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണുകൾ കണ്ടെത്തി എന്നതാണ് പ്രധാനം. സത്യത്തിൽ ആ സ്ഥലം ഗുരുവിൻ്റെ പേരിലായിരുന്നില്ലല്ലോ. ഗുരുവിന് ആ സ്ഥലത്ത് ഒരാശ്രമം സ്ഥാപിക്കാൻ താല്പര്യം തോന്നുന്നു. ഗുരു അങ്ങനെ ഒരു പ്രമാണിയുടെ വീട്ടുമുറ്റത്ത് ചെല്ലുന്നുണ്ട്. ഈ സ്ഥലം നമുക്ക് അദ്വൈതാശ്രമ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, അതിന് പണം വേണ്ടയോ? ഗുരു പറഞ്ഞ മറുപടിയുണ്ട്, പണമല്ലയോ കിടക്കുന്നത്, നാം ഇറങ്ങുമ്പോൾ കിട്ടും. പണമെന്ന് പറഞ്ഞാൽ പണത്തെ പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പണമുണ്ടായിട്ട് കാര്യമില്ല, പണം കൂട്ടിവച്ചിട്ട് കാര്യമില്ല, പണം ആഭിജാത്യവും അന്തസ്സുമായിട്ട് കാര്യമില്ല. മറിച്ച് പണം ചലിക്കുന്ന പണമായി തീരണം. പണത്തിന് മൂല്യമുണ്ടാകണം. ഞാൻ കുറേ പണമുണ്ടാക്കിയിട്ട് എൻ്റെ പത്തായത്തിനകത്ത് പൂട്ടിവെച്ചാൽ ആ പണം ചലിക്കാത്ത പണമാണ്. അതുകൊണ്ടാണ് ചലിക്കാത്ത പണങ്ങൾ
സന്താനങ്ങൾക്ക് പോലും പ്രയോജനപ്പെടാത്തത്. ഗുരു പറഞ്ഞത് പണമാണ് നാടുനീളെ കിടക്കുന്നത്. ഈ പണത്തെ ഓരോ ഉറുപ്പികയെയും ചലിക്കുന്ന പണമാക്കി മാറ്റണം. അങ്ങനെ ഗുരു അദ്വൈതാശ്രമത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങിയിട്ടു. നോക്കൂ, ഗുരു വാങ്ങിയിട്ട സ്ഥലം ഈ കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് ചെന്നിരിക്കാൻ സ്ഥലങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അദ്വൈതാശ്രമത്തിൻ്റെ കരയിൽ ഒരു പുലർച്ചയിൽ അതിരാവിലെ ഉറക്കമെണീറ്റിട്ട് ഈ പെരിയാറിൻ്റെ കരയിൽ പോയിരുന്നപ്പോൾ ഞാൻ ആലോചിച്ച കാര്യമാണിത്. ഗുരു ഈ സ്ഥലം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, ഗുരു അരുവിപ്പുറത്തെ സ്ഥലം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, ഗുരു മരുത്വാമലയിലെ പിള്ളത്തടത്തെ അല്പമൊന്ന് നമുക്ക് വേണ്ടി മാറ്റിവെച്ചില്ലായിരുന്നെങ്കിൽ, ഗുരു തലശ്ശേരിയിൽ സ്ഥലമുണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ, ഈ കേരളത്തിനകത്തും പുറത്തും മദിരാശിയിലും കാഞ്ചീപുരത്തും തിരുപ്പറക്കുണ്ട്രത്തും ഗുരു നമുക്ക് വേണ്ടി കുറേ സ്ഥലങ്ങൾ ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ സമാധാനത്തിന് വേണ്ടി നമുക്ക് ചെന്നിരിക്കാൻ സ്ഥലമുണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഹൃദയവിശാലതയുള്ള, എത്രമേൽ ജനങ്ങൾ വന്നാലും അവരെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന മാതാവിൻ്റെ മനസ്സ് പോലെ നീ എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവാ, ഞാൻ അവർക്ക് വെച്ചു വിളമ്പിക്കൊടുക്കാമെന്ന് ദാരിദ്ര്യത്തിൻ്റെ ഉള്ളിലും പറയുന്ന അമ്മമാരുടെ മനസ്സുണ്ടല്ലോ. ആ മനസ്സോടെ ഇരിക്കുന്ന അദ്വൈതാശ്രമത്തിൻ്റെ മുറ്റത്ത് ആളുകൾ തിരസ്കരിച്ച് ഈ മനുഷ്യൻ വന്ന് നിന്നു. മടിച്ചിട്ടായിരിക്കാം ക്ഷുരകവേല ചെയ്തിരുന്ന, പിന്നീട് കൊലപാതകിയായി തീർന്ന, ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ഈ മനുഷ്യൻ അകത്തേക്ക് കടന്നത്. അയാൾ അകത്തു ചെന്നിട്ട് ഗുരുവിൻ്റെ മുന്നിൽ മടിയോടെ നിന്നിരിക്കണം. ഞാനൊരു കൊലപാതകിയല്ലേ, എന്നെ എങ്ങനെ ഗുരു അഭിസംബോധന ചെയ്യും? എന്നെ തള്ളിക്കളയുമോ? ഗുരുവിൻ്റെ ശിഷ്യർ എന്നെ കയറ്റാതിരിക്കുമോ? പക്ഷേ അയാളെ കണ്ട മാത്രയിൽ ഗുരു ചേർത്ത് പിടിക്കുകയുണ്ടായി. അയാൾ പറഞ്ഞിരിക്കണം, ഒരിടത്ത് ഞാനങ്ങനെ വായിച്ചിട്ടില്ല, പക്ഷേ ആ രംഗത്തെ ഞാനിങ്ങനെ ആവിഷ്കരിക്കുകയാണ്. അയാൾ ഗുരുവിനോട് പറഞ്ഞിരിക്കണം, ഗുരു, ഞാനൊരു കൊലപാതകിയാണ് കേട്ടോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്നെ ആരും കൂട്ടുന്നില്ല കേട്ടോ, നിനക്കാരുമില്ലെങ്കിലും ഞാനുണ്ടല്ലോ, നിന്നെ ആരും കൂട്ടുന്നില്ലെന്ന് നിന്നോടാര് പറഞ്ഞു? നിനക്ക് ഞാനുണ്ടല്ലോ എന്ന് ഗുരു അയാളെ ചേർത്ത് പിടിച്ചിരിക്കണം. ഒന്നാലോചിച്ചു നോക്കൂ, ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞ എത്രയോ മനുഷ്യർ ഈ ഭൂമി മലയാളത്തിലുണ്ടായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഒരംശം നമുക്ക് കിട്ടിയെങ്കിൽ എത്രമേൽ സ്വാസ്ഥ്യമുണ്ടാകുമെന്ന് അന്വേഷിച്ച് അലയുന്നൊരു മനുഷ്യനാണ് ഞാൻ സത്യത്തിൽ ശ്രീനാരായണ പണ്ഡിതനൊന്നുമല്ല. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ലക്ഷത്തിലൊരു പുറം പോലും ഞാനിതുവരെ പഠിച്ചു തീർന്നിട്ടില്ല. പക്ഷെ ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ തരുന്ന വെളിച്ചം അപാരമാണ്. അങ്ങനെയാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഗുരു 2ാം സിലോൺ യാത്ര നടത്തുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന്, അന്ന് പഴയ ചാക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മധുരയിലേക്ക് ട്രെയിൻ യാത്ര പോയ വിവരണം നമുക്കറിയാൻ പറ്റും. പോകുന്ന വഴിക്ക് അംബാസമുദ്രത്തിൽ ഗുരു തങ്ങി. ആ അംബാസമുദ്രത്തിലെ ശിവക്ഷേത്രം അപാരമായൊരു ശിവക്ഷേത്രമാണ്. 10,000 വർഷം പഴക്കമുള്ള ചോള നിർമ്മിതിയുടെ ഒരു മഹാക്ഷേത്രം നമുക്കവിടെ കാണാൻ പറ്റും. എൻ്റെ പരിമിതമായ അറിവിൽ അതൊരു ചോള നിർമ്മിതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അംബാസമുദ്രത്തിലെ ശിവക്ഷേത്രത്തിന് മുന്നിൽ ഗുരു ധ്യാനനിരതനായി നിന്നു. ശിവശതകം എഴുതിയിട്ടുള്ള ഗുരു, അരുവിപ്പുറത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗുരു, കോലത്തുകരയിൽ ഭദ്രകാളിയെ മാറ്റിവെച്ചിട്ട് സാക്ഷാൽ പരമശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ കോലതീരേശസ്തവം എഴുതിയ ഗുരു, ആ ശിവപ്രതിഷ്ഠയുടെ മധ്യത്തിൽ മൗനത്തെ തൻ്റെ ശക്തിയായി സംഭരിച്ചെടുത്തിട്ട് മൗനപ്രാർത്ഥനയെ നിർമ്മിച്ചെടുത്ത ഗുരു, ശാന്തനായി നിസ്വനായി അംബാസമുദ്രത്തിലെ ശിവക്ഷേത്രത്തിന് മുന്നിൽ നിന്നു. ഞാൻ പിറകെ നടക്കുക വർഷത്തിന് ശേഷം. ഗുരു നിന്ന സ്ഥലത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ? നിൽക്കുമ്പോൾ ഗുരു അനുഭവിച്ച ദർശനത്തിൻ്റെ ആ സ്വാസ്ഥ്യത്തെ, ആ ഗാംഭീര്യത്തെ, അത് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിസരണം ചെയ്തിരിക്കാൻ സാധ്യതയുള്ള ഊർജത്തിൻ്റെ ആ മഹാപ്രവാഹത്തെ നമുക്ക് കൈക്കൊള്ളാൻ കഴിയുമോ? ഭൈരവൻ സ്വാമിയും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യസമ്പത്ത് മുഴുവനും, സാക്ഷാൽ കുമാരനാശാനും വിചിത്ര വിജയം എഴുതിയതിനു ശേഷം വീണപൂവ് എഴുതി മലയാളത്തിന് പ്രിയപ്പെട്ടവനായി തീർന്ന കുമാരനാശാൻ, നമ്മളീ പറയുന്ന ശങ്കരൻ കുഴിക്ക് മുന്നിൽ നിന്ന ഒരു നിമിഷത്തെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. അതുവരെയുള്ള കവിതകൾ മുഴുവൻ ഭൈരവൻ സ്വാമി വായിച്ചിട്ട് കുമാരനാശാനോട് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്, കുമാര, നീ ഇതൊന്നും എഴുതിയാൽ പോരാ, നീ എഴുതാനിരിക്കുന്ന കവിതകൾക്ക് വേണ്ടി ഞങ്ങൾ കാക്കുകയാണ്.
ആ ശങ്കരൻകുഴിക്ക് മുന്നിൽ എത്രയോ ദിവസം നിന്നിട്ട് ശങ്കരൻകുഴിയിൽ നിന്ന് ആ ശിലാവിഗ്രഹവുമായി ഗുരു ഉയർന്നെണീറ്റ് വരുന്ന രംഗത്തെ ഞാനിങ്ങനെ സങ്കല്പിച്ച് നിന്നിട്ടുണ്ട്. അംബാസമുദ്രത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഗുരു എവിടെയായിരിക്കും നിന്നത്? എവിടെയായാലും അംബാസമുദ്രത്തെ കണ്ണിൽ പാത്തുകൊണ്ട് ഗുരു നിന്ന നിമിഷത്തിന് വല്ലാത്ത ഊർജമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ അരികിലാണ് താമ്രപർണി നദി ഒഴുകുന്നത്. വേനലിലും കുത്തൊഴുകുന്ന നദിയാണ് താമ്രപർണി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അനേക മനുഷ്യർ അതിൽ സ്നാനം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ താമ്രപർണി നദിക്കരയിൽ 10 ദിവസം ഗുരു ചെലവഴിച്ചതായിട്ടാണ് ചരിത്രങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞ് ഗുരു തിരുപ്രക്കുണ്ട്രത്തിലേക്ക് ചെല്ലുന്നു. തിരുപ്രക്കുണ്ട്രത്തെ ശാന്തലിംഗസ്വാമികളുടെ ആശ്രമത്തിൽ ഗുരു ഇരിക്കുന്നു, ഗുരു ധ്യാനിക്കുന്നു. ആരുമറിയാതെ മുട്ടയരശ് എന്ന് പറയുന്നൊരു വനത്തിലേക്ക് ഗുരു പ്രഭാതത്തിൽ നടന്നു പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഗുരുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു നിമിഷത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ തിരുപ്രക്കുണ്ട്രത്തെ ശാന്തലിംഗസ്വാമിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം തങ്ങിയിട്ട് പ്രഭാതത്തിൽ ഞാൻ ഇറങ്ങുമ്പോഴുണ്ട് ആ ആശ്രമത്തിലേക്ക് ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. അവർക്ക് അന്നമില്ലാത്തവർ അന്നത്തിന് വേണ്ടി ആശ്രമത്തിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്നു. അമ്മ ചോറ് തരണേ. അകത്ത് ഗുരുവിരിക്കുക, ഗുരുവിൻ്റെ വിഗ്രഹം അകത്തുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ട് ഒരമ്മയെ പരിചയപ്പെട്ടു, കാളിയമ്മ. അവർ ഈ കളം വരയ്ക്കുന്ന മാവ് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധു സ്ത്രീയാണ് കാളിയമ്മ. ജീവിതത്തിൽ ഒരിക്കലും കാളിയമ്മ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ വായിച്ചിട്ടില്ല, ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു ജീവചരിത്രം വായിച്ചിട്ടില്ല. പക്ഷേ അവർ എല്ലാ ദിവസവും രാവിലെ കാണുന്നത് ഈ ആശ്രമത്തിനുള്ളിലിരിക്കുന്ന ഗുരുവിൻ്റെ ആ ശില്പമാണ്. അത് കണ്ടിട്ട് അവരുടെ മനസ്സിൽ ഗുരു തെളിഞ്ഞു നിൽക്കുന്നു. ഇതാണ് ഗുരു എന്ന് പറയുമ്പോൾ ചേർത്ത് പിടിക്കലിൻ്റെ ആ ഔന്നത്യത്തെ, ആ സ്നേഹത്തെ അനുഭവിക്കാൻ നമുക്കും കഴിയുമോ എന്ന അന്വേഷണത്തിൻ്റെ മധ്യത്തിലാണ് വാൽമീകി കുന്നിൻ്റെ പിറവിക്ക് കാരണമായ നിമിഷത്തെ ഞാൻ പറയുന്നത്. നിന്നോട് ആര് പറഞ്ഞു നിനക്കാരുമില്ലെന്ന്? നിനക്ക് നാം ഉണ്ടല്ലോ. ചേർത്ത് പിടിച്ചു. അദ്ദേഹം ആ അദ്വൈതാശ്രമത്തിലെ അന്തേവാസിയായി തീർന്നു. ആ മനുഷ്യൻ തനിക്ക് ജീവിതത്തിലാകെയുള്ള സമ്പാദ്യമായ വാൽമീകി കുന്ന് എന്ന് പിൽക്കാലത്തറിയപ്പെട്ട ആ ഗിരിയെ ശ്രീനാരായണൻ്റെ പേരിൽ എഴുതി വെച്ചു. അങ്ങനെയാണ് ഗുരു അദ്ദേഹത്തിന് വാൽമീകി എന്ന പേര് കൊടുക്കുന്നത്. നിനക്കിനിമേൽ നിന്റെ പഴയ പേരിൻ്റെ ആവശ്യമില്ല, നിനക്ക് വാൽമീകി എന്ന പേര് നാം നൽകിയിരിക്കുന്നു. ഈ വാൽമീകി കുന്നിൽ ഗുരു ധ്യാനനിരതരായിരിക്കാൻ പോകുമായിരുന്ന ഒരു ശിലയെ നമുക്കിപ്പോഴും കാണാൻ പറ്റും. ആ ശിലയിലിരുന്ന് ആലുവ പട്ടണത്തിൻ്റെ പ്രാന്തങ്ങളെ കാണാം, ഒഴുകുന്ന പെരിയാറിനെ കാണാം. അവിടെ അങ്ങനെ ആ ശിലയിലിരിക്കുമ്പോൾ ഒരു ദിവസം അയ്യപ്പൻ അന്വേഷിച്ചു വരുന്നു. അയ്യപ്പൻ നടന്നു കയറി വന്നിട്ട് ഗുരുവിൻ്റെ പിന്നിൽ നിന്നു. ഗുരുവിൻ്റെ ധ്യാനത്തെ മുറിച്ചിട്ടില്ല. ഗുരുവിൻ്റെ വിശ്വാസത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന അയ്യപ്പൻ്റെ ഫിലോസഫിയിൽ ചിലത് ഗുരുവിൻ്റെ പ്രമാണങ്ങൾക്ക് നിരക്കുന്നതല്ല. ഗുരു തന്നെയാണ് അയ്യപ്പനെല്ലാം. പക്ഷേ ഗുരുവിനോട് ചിലപ്പോൾ വിയോജിക്കുന്ന ഒരു പ്രാമാണികത അയ്യപ്പനുണ്ടായിരുന്നെങ്കിലും ഗുരുവിൻ്റെ ധ്യാനത്തെ അയ്യപ്പൻ മുറിച്ചില്ല, അവിടെ തന്നെ നിന്നു. ഏറെ നേരം അയ്യപ്പൻ നിന്നിട്ടുണ്ടാവാം. കുറച്ചു കഴിഞ്ഞ് ഗുരു ധ്യാനത്തിൽ നിന്ന് വിടർന്ന് പുറത്തു വന്നു. സത്യത്തിൽ ഈ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ സങ്കല്പിക്കുമ്പോഴാണ് നമുക്ക് ഗുരുവിൻ്റെ ദർശനത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുക. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറി ഉയർന്നമർന്നിടുന്നു. മുടിവിതിനെങ്ങു ഹന്ത മൂലസംവിത് കടലിൽ അജസ്രവമുള്ള കർമ്മമത്രേ. ഇത് നമുക്കറിയാം, ആത്മോപദേശ ശതകത്തിലെ പ്രസിദ്ധമായ ഒരു പ്രാമാണിക പദ്യമാണിത്. അദ്വൈതത്തിൻ്റെ തത്വമാണിതിൽ കിടക്കുന്നത്, ആത്മദർശനത്തിൻ്റെ തത്വമാണിതിലുള്ളത്. ഗുരു അദ്വൈതത്തെ പറയുമ്പോഴും ആത്മതത്വത്തെ പറയുമ്പോഴും പഞ്ചഭൂതങ്ങളിൽ നിന്ന് ജലത്തെ ഒരു പ്രമാണമായി എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മിക്കവാറും അദ്ദേഹം കടലിനെ ഒരു ഉപമയായി കൊണ്ടുവരും. കടലിലെ തിര പോലെ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വായിച്ചു തുടങ്ങിയ കാലം മുതൽ എന്നോടൊപ്പമുള്ള ഒരു ശ്ലോകമാണ്. കടലിലെഴും തിര പോലെ കായമോരോന്ന് ഉടനുടനേറി ഉയർന്ന് അമർന്നിടുന്നു. മുടിവിതിനെങ്ങു ഹന്ത മൂലസംവിത് കടലിൽ അജസ്രവമുള്ള കർമ്മമത്രേ. വാക്കുകളുടെ അർത്ഥം അന്വേഷിച്ച് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ എനിക്ക് പ്രയാസമില്ല, എനിക്കെന്നല്ല ആർക്കും പ്രയാസമില്ല. അത് ഭാസ്കരൻ സാറായിക്കൊള്ളട്ടെ,
സാനുമാഷായിക്കൊള്ളട്ടെ, ലീലാവതി ടീച്ചറായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആത്മാനന്ദ സ്വാമി ആയിക്കൊള്ളട്ടെ, മൃഢാനന്ദ സ്വാമി ആയിക്കൊള്ളട്ടെ, അതിന് സച്ചിദാനന്ദ സ്വാമി ആയിക്കൊള്ളട്ടെ, ആർക്കും ഈ മഹാപണ്ഡിതന്മാരടക്കമുള്ളവരും നമ്മളെപ്പോലെയുള്ള പഠിച്ചു തുടങ്ങുന്നവരും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല വാക്കിൻ്റെ അർത്ഥം കണ്ടെത്താൻ. പക്ഷേ ഈ 4 വരിയിൽ പറയുന്ന പ്രപഞ്ച സത്യത്തിൻ്റെ അർത്ഥം കണ്ടെത്തണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗുരുവിൻ്റെ ചലനങ്ങൾക്ക് പിന്നാലെ നമ്മൾ ചെല്ലണം. അങ്ങനെ ചെല്ലാൻ ഈ വരികൾ എവിടെ നിന്നായിരിക്കും പിറന്നിട്ടുണ്ടാവുക എന്നറിയാൻ നമ്മൾ മനസ്സുകൊണ്ട് സഞ്ചാരം നടത്തണം. അപ്പോഴാണ് പിടികിട്ടുക ഇത് പിള്ളത്തടത്തിലിരുന്ന് സൃഷ്ടിച്ചെടുത്ത 4 വരികളാണ്. പിള്ളത്തടത്തിൽ മരുത്വാമലയുടെ ക്രേഷിക്കുന്ന ഈ ഗിരിക്ക് മുകളിലൂടെ നടന്ന് മണ്ടയ്ക്കു ചെന്നിട്ട് പിള്ളത്തടത്തിൽ ഏകാന്തനായിരുന്ന് ഒരു പാമ്പും പുലിയും മാത്രം കൂട്ടിലിരുന്ന് ഗുരു കടലിലേക്ക് നോക്കിയിരിക്കുന്നു. ഉദിക്കുന്ന സൂര്യനെ കാണാം, അസ്തമിക്കുന്ന സൂര്യനെ കാണാം, പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ ധ്യാനിച്ചെടുക്കാം. ധ്യാനത്തിൻ്റെ ഏകാഗ്രമായ ആ സന്ദർഭത്തിൽ ഗുരു അവിടെ ഇരുന്നിട്ട് നിരന്തരമായി ചലിക്കുന്ന കടലിനെ കാണുന്നു. അല്ലയോ കടലേ, ഇതിനൊരു മുടിവില്ലല്ലോ, ഈ തിരമാലകൾക്കൊരു മുടിവില്ലല്ലോ. കടൽക്കരയിലെ കാഴ്ചയല്ല പിള്ളത്തടത്തിലിരുന്ന് കടലിനെ കാണുമ്പോൾ. വിദൂരതയിൽ കടൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഉടയാട പോലെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂലസംവിത്ത്, കടലിൽ അജസ്രവമുള്ള കർമ്മമത്രേ. ഇങ്ങനെയാണ് നമ്മൾ ഗുരുവിൻ്റെ ദർശനത്തെ മനസ്സിലാക്കുക. മനസ്സുകൊണ്ട് ഗുരുവിൻ്റെ പിന്നാലെ നടക്കണം. ഈ പറയുന്ന സഹോദരൻ അയ്യപ്പൻ ഗുരുവിൻ്റെ പിന്നിൽ വന്ന് നിന്നു. ധ്യാനം മുറിയണം. ആ ധ്യാനത്തിൻ്റെ ഉള്ളിൽ കാളിനാടകത്തിലൊക്കെ പറയുന്നത് പോലെ കേവലമായ നിശ്ചലതയല്ല. അത് കാളിനാടകം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഗുരു നിശബ്ദമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാളിനാടകത്തിൽ കണങ്കാലടി താമരപ്പൂവിലോലം കളിക്കുന്ന പൂന്തേന്നുകർന്നാത്ത മോദം വിളങ്ങുന്ന ദേവാംഗനാഗാനമേളം, കളം വീണ നാനാവിധം വാദ്യഭേദം ശ്രവിച്ചും സഖീചാരുനരിയാണി തന്നിൽ ചണത്കാരപൂരം വഹിച്ചും നടന്നും മുദാശോഭ കൈലാസ ശൃംഗേ ലസിച്ചും. ധ്യാനത്തിലിരുന്ന് നിർമ്മിച്ചെടുത്ത കവിതയാണ് ഇത്. മൗനമാണ് ഈ കവിത. ഗുരു ഇത് നിർമ്മിക്കുമ്പോൾ പരിപൂർണമായ നിശബ്ദതയാണ് ചുറ്റിലും. ഒരാളും ഒരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഉള്ളിൽ കാളി നാടകത്തിൻ്റെ ചണത്കാര ശബ്ദമാണ്. ഞാനീ പറഞ്ഞ മെറ്റഫറിനുള്ളിൽ, ഞാനീ പറഞ്ഞ കാളി നാടകത്തിലെ ആ വരികൾക്കുള്ളിൽ എന്തുമാത്രം നൃത്തവാദ്യഘോഷങ്ങളെ, ഉപകരണങ്ങളെ, ആഭരണങ്ങളെ അണിയിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. കണങ്കാലടി താമരപ്പൂവിലോലം കളിക്കുന്ന പൂന്തേൻ നുകർന്ന് ആത്തമോദം. താമരപ്പൂവിനോട് തുല്യമായ ആ കണങ്കാലടികളുടെ നൃത്തച്ചുവടുകൾക്ക് പരിശോഭ കൊടുത്തുകൊണ്ട് ദേവാംഗനാഗാനമേളം, കളം വീണ നാനാവിധം വാദ്യഭേദം ചുറ്റിലും ശ്രവിച്ചും സഖി ചാരുനരിയാണി തന്നിൽ, കാലിൻ്റെ നരിയാണിയിൽ കുരുത്തിയിരിക്കുന്ന ഈ പാദസരത്തിൻ്റെ കിലുക്കത്തിൻ്റെ ചാണം വെച്ചുകൊണ്ടൊരു നൃത്തത്തെ ഗുരു അവതരിപ്പിക്കുന്നു. ഇത് സഹോദരൻ അയ്യപ്പൻ അറിയാം. ഗുരുവിൻ്റെ സ്തോത്രകൃതികളെക്കുറിച്ച് നല്ലവണ്ണം ബോധ്യമുള്ള, കുമാരനാശാൻ്റെ കൃതികളെക്കുറിച്ച് ബോധ്യമുള്ള അയ്യപ്പനറിയാം തൻ്റെ മുന്നിലിരിക്കുന്ന ധ്യാനനിരതനായ ഗുരുവിനെ ഒരു നിശ്വാസം കൊണ്ട് പോലും ഞാൻ ഭംഗം നിർമ്മിക്കാൻ പാടില്ല. അയ്യപ്പൻ പിന്നിലേക്ക് മാറി നിന്നു. കുറച്ച് കഴിയുമ്പോൾ ഗുരു ധ്യാനം മുറിഞ്ഞ് എണീറ്റ് വന്നു. ആ എണീൽക്കലൊക്കെ വാൽമീകി കുന്നിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ സഹോദര ചൈത്യത്തിനടുത്ത് നിന്നിട്ടാണ് ഈ സന്ദർഭത്തെ പുനരാവിഷ്കരിച്ചത്. ഇവിടെയാണ് സഹോദരനെ അടക്കിയിരിക്കുന്നത്. സഹോദര ചൈത്യമെന്നാണ് പേര്. തൊട്ടടുത്ത് സഹോദരൻ ഉറങ്ങുന്നു. തൊട്ടിപ്പുറത്ത് ഗുരു ധ്യാനനിരതനായിരുന്ന ശില. അല്ലയോ ഗുരു, അങ്ങ് ഈ ശിലയിലിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ കേരളത്തിൻ്റെ ഈ മഹാപുത്രൻ അങ്ങയുടെ പിന്നിൽ വന്ന് ഒരു പുത്രനെ പോലെ നിന്നത്. ഒരു സംഭവമുണ്ട്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവിന് വല്ലാത്ത സ്നേഹമാണ്. അത് പലരും അസൂയയോടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സഹോദരനെ കുറേ നാൾ കാണാനില്ല. ഗുരുവിന് അയ്യപ്പനെ ഒന്ന് കാണണം. ഗുരു അദ്വൈതാശ്രമത്തിലുണ്ട്. ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെറായിയിൽ പോകണം. എറണാകുളത്ത് പോയിട്ട് അയ്യപ്പനോട് പറയണം, ഗുരുവിന് മാമ്പഴം തിന്നാൻ വല്ലാത്ത കൊതിയായി, കുറച്ച് മാമ്പഴം വേണമെന്ന് പറയണം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കാലമായിരിക്കണം ആ ദിവസവും.
കാരണം മാമ്പഴക്കാലമാണ്. ഈ ശിഷ്യൻ നേരെ തേടിപ്പിടിച്ച് അയ്യപ്പൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു. അയ്യപ്പൻ വലിയ തിരക്കിലാണ്, പ്രജാസഭാ മെമ്പർ, രാഷ്ട്രീയക്കാരൻ, സാംസ്കാരിക പ്രവർത്തകൻ. അയ്യപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഗുരു പറഞ്ഞു ഗുരുവിന് മാമ്പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് പോരാൻ നേരത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു, അയ്യപ്പൻ തന്നെ മാമ്പഴം കൊണ്ടുവരണമെന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അയ്യപ്പൻ മറ്റെല്ലാം മാറ്റിവെച്ചു, കയ്യിലിരുന്ന ഫയലെല്ലാം ഉപേക്ഷിച്ചു. ഇനി എന്ത് സാമൂഹിക പ്രവർത്തനം? എൻ്റെ ഗുരു മാമ്പഴം തിന്നണമെന്ന് ആഗ്രഹം പറഞ്ഞിരിക്കുന്നു. അതൊക്കെ വളരെ രസകരമാണ് കേട്ടോ, ആ രംഗമൊക്കെ സങ്കല്പിക്കാൻ. അയ്യപ്പൻ മാമ്പഴക്കടയിലേക്ക് ഓടിയിട്ട് ഏറ്റവും മികച്ച കുറച്ച് മാമ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് കൂടയിലാക്കി ഒരു കൊച്ചുകുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടുന്നത് മാതിരി അയ്യപ്പൻ അദ്വൈതാശ്രമത്തിലേക്ക് ഓടി വന്നു. ഗുരു ഇരിക്കുക, മുഖത്ത് പുഞ്ചിരിയുണ്ട്, വളരെ നേർത്ത ചിരിയാണ്. ഗുരു പൊട്ടിച്ചിരിക്കില്ല, ഗുരു വലിയ ശബ്ദത്തിൽ ചിരിക്കില്ല. പക്ഷേ ഗുരുവിൻ്റെ നർമ്മം കേട്ടാൽ നമ്മളൊക്കെ പൊട്ടിച്ചിരിക്കും. അതാണ് ഗുരുവിൻ്റെ നർമ്മത്തിൻ്റെ ശക്തി. ഒരാളെയും ഗുരു പരിഹസിക്കില്ല, ഒരാളോടും ഗുരു ദേഷ്യത്തോടു കൂടി സംസാരിക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ ഗുരുവിലൂടെ പുനർനിർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. ചില നേരത്ത് വീട്ടിൽ വല്ലാതെ ദേഷ്യപ്പെടും, മക്കളെയൊക്കെ എടുത്തിട്ട് അടിച്ച് ചമ്മന്തിയാക്കും. കൈ കിട്ടുന്നത് എടുത്തിട്ട് മക്കളെ അടിക്കുക. ഇവന്മാർ പറഞ്ഞാലനുസരിക്കുന്നില്ല. അപ്പോൾ അവർ മാറി നിന്നിട്ട് പറയും, വാപ്പച്ചി നിങ്ങളൊക്കെ വയസ്സായി, നിങ്ങളുടെ തലമുറ വേറെയാണ്, ഞങ്ങളുടെ ജനറേഷൻ വേറെയാണ്. ഞാൻ വിചാരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾ സാധനം വയ്ക്കണം. ഞാൻ പഠിക്കണമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞങ്ങൾക്കും സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ? ഈ തല്ല് കൊടുത്തിട്ട് കസേരയിലേക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ലോകം മുഴുവൻ നടന്ന് ഗുരുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവൻ ഞാൻ, ഗുരു ആരെയും തല്ലിയിട്ടില്ല, ദ്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നയാൾ ഞാൻ, വാൽമീകി കുന്ന് എഴുതിക്കൊടുത്ത സാക്ഷാൽ വാൽമീകി ഗുരുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ചേർത്ത് പിടിച്ചിട്ട് ഗുരു നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞത് ഞാൻ. ഇതൊക്കെ പ്രഭാഷണം ചെയ്യുന്ന ഞാൻ വീട്ടിലെത്തുമ്പോൾ ഏറ്റവും ക്രൂരനായി മക്കളെ തല്ലുന്നു. ഇത് ധർമ്മമോ എന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ഞാൻ എന്തൊരു തെറ്റാണ് ചെയ്തത്. ഗുരു ആരെയും ദ്വേഷിച്ചിട്ടില്ല. അയ്യപ്പൻ മാമ്പഴങ്ങളുമായി ഗുരുവിൻ്റെ മുന്നിൽ നിൽക്കുക. ഗുരു പറഞ്ഞു, നമുക്കതൊന്ന് മുറിച്ച് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അയ്യപ്പൻ തന്നെ മാമ്പഴം കഴുകി മാമ്പഴത്തെ ചെത്തി മുറിച്ച് ചെറിയ കഷണങ്ങളാക്കി ഗുരുവിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. ഗുരു ആ മാമ്പഴങ്ങൾ ഒന്ന് കഴിഞ്ഞ് അടുത്തതായിട്ടെടുത്ത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ചുറ്റിലും നിൽക്കുന്ന ശിഷ്യർക്ക് ഉണ്ടായ അസൂയയെപ്പറ്റി പലരും എഴുതിയിട്ടുണ്ട്. അത്രമേൽ സ്നേഹമായിരുന്ന സഹോദരൻ അയ്യപ്പനാണ് ഈ പുറകിൽ നിൽക്കുന്നത്. ഗുരു ധ്യാനത്തിൽ നിന്ന് എണീറ്റ് അയ്യപ്പനോട് പറഞ്ഞു, അയ്യപ്പ, ഈ സ്ഥലമുണ്ടല്ലോ, കുറുക്കനും പാമ്പുമൊക്കെ മേഞ്ഞു നടക്കുന്ന ഈ വിജനമായ സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലം ഒരു കാലത്ത് പ്രസിദ്ധമായ ഒരു സ്ഥലമായി തീരും. ഇവിടെ അനേകം കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നത് നീ കാണും. അപ്പം അയ്യപ്പനുള്ളിൽ വിചാരിച്ചു, ഗുരു എന്താ പറയുന്നത്? ഇവിടെ എങ്ങനെ കെട്ടിടം ഉയരാൻ? ഈ ഭിക്ഷക്കാരുടെ ഈ സ്ഥലം എങ്ങനെ ലോകപ്രസിദ്ധമായി തീരും? ഗുരു സമാധിയായി. 10 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്ന ആർ ശങ്കർ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രക്രിയയിൽ വലിയ വിപ്ലവങ്ങൾ നടത്തുന്ന ഒരു കാലം വന്നു. അതും കഴിഞ്ഞ് പിന്നെയും ഒരു 10 കൊല്ലം കഴിഞ്ഞ് 960 കഴിഞ്ഞ് അയ്യപ്പൻ മരണത്തിലേക്ക് നടന്നു പോവുകയാണ്. അയ്യപ്പൻ വല്ലാതെ വൃദ്ധനായി, നടക്കാൻ ക്ലേശമാണ്. അയ്യപ്പൻ്റെ പ്രിയപ്പെട്ടവൾ അയ്യാക്കുട്ടി മുൻസിഫിൻ്റെ മകൾ സാക്ഷാൽ പാർവതി അയ്യപ്പൻ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് അയ്യപ്പനെ കൈപിടിച്ച് നടത്തുന്ന ഒരു കാലമെത്തി. അങ്ങനെ ഒരു വൈകുന്നേരം അയ്യപ്പൻ്റെ കൈപിടിച്ചുകൊണ്ട് വാൽമീകി കുന്നിലേക്ക് കയറുമ്പോൾ അയ്യപ്പൻ പാർവതിയോട് പറഞ്ഞു, പാർവതി, പണ്ട് ഞാൻ ഗുരുവിൻ്റെ പിന്നിൽ വന്ന് നിന്ന് ധ്യാനം മുറിഞ്ഞ് ഗുരു എണീറ്റ് വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഈ സ്ഥലം ലോകപ്രസിദ്ധമായി തീരും. അപ്പോൾ പാർവതി അവരുടെ മനസ്സിലുള്ള ഒരാശയത്തെ മുന്നോട്ട് വെച്ചു. നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ശ്രീനാരായണ സേവികാ സമാജം, ആ പ്രസ്ഥാനത്തിൻ്റെ ഇരിപ്പിടമായി നമുക്ക് ഈ സ്ഥലത്തെ തിരഞ്ഞെടുത്താൽ എന്താ? അത് പറയാൻ പാർവതിക്കും ഒരു കാരണമുണ്ട് കേട്ടോ. പണ്ട് അയ്യാക്കുട്ടി മുൻസിഫിനെ കാണാനായി ഗുരു മുൻസിഫിൻ്റെ വീട്ടിലെത്തുമ്പോൾ മുൻസിഫ് മധുര പലഹാരങ്ങളും പൂക്കളും പൂജാ വസ്തുക്കളും പഴങ്ങളുമായി ഈ കൊച്ചു പെൺകുട്ടിയെ മുന്നിൽ നിർത്തും. ഈ വരുന്ന മഹാഗുരുവിൻ്റെ പാദങ്ങളെ താമരപ്പൂക്കളോട് തുല്യമെന്ന് പാർവതി കണ്ടിട്ടുണ്ട്. എന്ത് തിളങ്ങുന്ന ശരീരമാണിത്. ഞാൻ ആ പാദങ്ങളെ നോക്കി നിൽക്കും.
കൊച്ചുകുട്ടിയായ ഞാൻ താലത്തിൽ മധുരപലഹാരങ്ങളുമായി ഗുരുവിനെ വരവേൽക്കും. ഗുരുവിനൊരു പ്രത്യേകതയുണ്ട്. ഗുരു ഇതിൽ നിന്ന് മധുരപലഹാരങ്ങളെടുത്ത് ഞങ്ങളുടെ കൈകളിൽ തന്നെ വെച്ച് തരും. അങ്ങനെ ഒരിക്കൽ എൻ്റെ കയ്യിലേക്ക് കൽക്കണ്ടവും മധുരപലഹാരങ്ങളും വെച്ച് തരുമ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, മോളെ, നീ പഠിക്കണം, പഠിച്ച് നീ വലുതാവണം, പഠിച്ച് നീ ഒരു ഉദ്യോഗം സമ്പാദിക്കണം, പഠിച്ച് വലുതായി ഉദ്യോഗമൊക്കെ സമ്പാദിച്ച നീ ലോകത്തിന് പരോപകാരമുള്ള കർമ്മങ്ങൾ ചെയ്യണം. ഇതാണ് ഗുരുവിൻ്റെ ദർശനം. തൻ്റെ തപസ്സിനെ മുഴുവൻ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ടുള്ള, സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രക്രിയയാക്കി ഗുരു മാറ്റിവെച്ചിട്ടില്ല. ഗുരു ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള നന്മ മാത്രമല്ല കാക്ഷിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും ശാന്തി ആഗ്രഹിക്കുന്ന ഒരു മഹാസാധ്യതയായി ഗുരു വളർന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം, ഗുരുവിൻ്റെ തത്വപ്രമാണങ്ങളിൽ മനുഷ്യൻ മനുഷ്യൻ എന്ന വാക്ക് ആവർത്തിക്കുന്നത് നമ്മൾ അടിവരയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത് ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രമാണം. മനുഷ്യാണാം മനുഷ്യത്വം, അതാണ് മനുഷ്യൻ്റെ ജാതി എന്ന വാക്കിലെ മനുഷ്യൻ. മനുഷ്യർക്ക് ജാതിയും മതവും ഭിന്ന ഭിന്നമാണെങ്കിലും അവരുടെ വേഷവും ഭക്ഷണവും എല്ലാം ഒരുപോലെയാകയാൽ, അവരുടെ ചോര ഒന്നാകയാൽ അവർക്ക് പരസ്പരം പുണർന്ന് വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഗുരു സഹോദര സംഘത്തിന് എഴുതി കൊടുത്ത പ്രമാണത്തിലെ ഏറ്റവും ആകർഷകമായ വാക്യം മനുഷ്യൻ ആണെന്നത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. സഹോദരൻ അയ്യപ്പൻ 1921 നടത്തിയ സഹോദര സമ്മേളനത്തിൽ ഗുരു കൊടുത്ത പ്രാമാണികമായിട്ടുള്ള ദർശനവും മനുഷ്യർ അഹന്ത പിടിച്ചവരാണ്, അവരുടെ ആർത്തിക്ക് കയ്യും കണക്കുമില്ല. ആകയാൽ നിങ്ങൾ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ മനുഷ്യർ ഭൂമിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അന്തരീക്ഷത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരോടൊപ്പം തന്നെ ശാന്തി അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഇതര ജീവജാലങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ പ്രഭാഷണത്തിലൂടെ മുന്നിൽ വന്നിരിക്കുന്ന മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ വാക്യത്തിലും ഗുരു മനുഷ്യൻ എന്ന വാക്കിനെ ഊന്നിയിരിക്കുന്നു. ആ ഗുരു പാർവതിയുടെ കൈപിടിച്ചിട്ട്, മകളെ നീ പഠിക്കണം, പഠിച്ചു വലുതായി ലോക സേവനാർത്ഥമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ വാക്യം പാർവതിയുടെ തലച്ചോറിനെ ഇളക്കി മറിച്ചിട്ടുണ്ട്. ആ പാർവതി സഹോദരൻ്റെ കൈപിടിച്ചുകൊണ്ട് വാൽമീകി കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് പറഞ്ഞു, ഗുരു നമുക്ക് തന്നിട്ടുള്ള ആ കർത്തവ്യമുണ്ടല്ലോ, നമ്മളതിവിടെ നടപ്പിലാക്കും. ഇന്ന് നിങ്ങളിൽ പലരും ആ സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ടാവാം. വലിയ കെട്ടിടങ്ങൾ അവിടെ ഉയർന്നു നിൽക്കുന്നു. ആർക്കും വേണ്ടാതെ വലിച്ചെറിയപ്പെട്ട കുഞ്ഞുങ്ങളെ ശ്രീനാരായണ സേവികാ സമാജം ചേർത്ത് പിടിക്കുന്നു. അമ്മയും അച്ഛനുമില്ലാതെ അനാഥരായിപ്പോയവരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു. ഇവരെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ അന്നം കഴിക്കുന്നു, ഗുരുവിൻ്റെ പേരിൽ പഠിക്കുന്നു, ഗുരുവിൻ്റെ പേരിൽ തൊഴിലെടുക്കുന്നു. വലിയ ഹോസ്റ്റലുകൾ ഉയർന്നു നിൽക്കുന്നു. അക്കാലത്ത് ഈ വാൽമീകി കുന്നിലൊരു സ്കൂൾ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോയ അനുഭവത്തെപ്പറ്റി പാർവതി പറയുന്നുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ പറയും, നിങ്ങൾ ഞങ്ങളുടെ അന്നം മുടക്കാനാണോ ഇവിടെ കയറി വന്നിരിക്കുന്നത്? ഇവരെ തെണ്ടാൻ വിട്ടാൽ 2 ഉറുപ്പിക ഞങ്ങൾക്ക് കിട്ടും. ഈ 2 ഉറുപ്പിക ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ ഈ കുഞ്ഞുങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നിരിക്കുന്നത്? അങ്ങനെയുള്ള വീട്ടുകാർക്ക് 2 ഉറുപ്പിക കൊടുത്തുവരെ കുഞ്ഞുങ്ങളെ കൊണ്ട് മുന്നിലേക്ക് വയ്ക്കും. ഞാനെൻ്റെ ഒരു അനുഭവം പറയട്ടെ. നേരത്തെ പറഞ്ഞ തിരുപ്രക്കുണ്ട്രം ആശ്രമത്തിലെ ഞങ്ങളുടെ ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നത് തിരുഏടകം ക്ഷേത്രമാണ്. ഈ തിരുഏടകം ക്ഷേത്രത്തിലേക്കാണ് ഗുരു സിലോണിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ പോയിട്ടുള്ളത്. ആ ക്ഷേത്രം കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വൈഗാ നദിയുടെ കരയിൽ തിരുഏടകം ക്ഷേത്രം, തിരുജ്ഞാന സംബന്ധർ കേടുകൊടുത്ത മത്സ്യങ്ങളുള്ള നദിക്കരയിലെ ക്ഷേത്രം. അവിടെയും മഹാശിവനാണ് പ്രതിഷ്ഠ. തിരുവേടകം ക്ഷേത്രം ചുറ്റി കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ കാവലിൽ നിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടൊരു ഡോക്യുമെൻറ്റേഷന് ഞങ്ങൾ എത്തിച്ചേർന്നതാണ്. അദ്ദേഹത്തിന് പക്ഷേ ഗുരുവിനെ പറ്റി അറിയില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള കോട്ടുകോയിക്കൽ വേലായുധൻ്റെ പുസ്തകമെടുത്ത് ആ ഫോട്ടോ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇത് ഗുരു, ശ്രീനാരായണ ഗുരു, ഇതിനകത്തെ ഭാഗങ്ങൾ ഒന്നൊന്നായി പഠിപ്പിക്കുക. ഗുരുവിനെ കേൾക്കാത്ത വ്യത്യസ്ത ഭാഷയുള്ള മനുഷ്യർക്കുള്ളിലേക്ക് കടന്നു ചെന്ന്, ഇതാണ് ഗുരു,
ഗുരു ഇവിടെ വന്നിരുന്നിട്ടുണ്ട് ഈ തിരുവേടകം ക്ഷേത്രത്തിൽ. എന്നിട്ട് അതിനകത്തേക്ക് ക്യാമറയുമായി കയറുമ്പോൾ അകത്തിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, ഇവിടെ ഫോട്ടോഗ്രാഫി അനുവദിച്ചിട്ടില്ല, നിങ്ങൾ ഫോട്ടോഗ്രാഫ് ചെയ്യണമെങ്കിൽ ഒരു റിക്വസ്റ്റ് എഴുതി തരണം, ഒരു അപേക്ഷ ട്രസ്റ്റിലേക്ക് എഴുതി തരണം. ഞാനൊരു പേപ്പർ എടുത്തിട്ട് അപേക്ഷ എഴുതി കൊടുക്കുകയാണ്, ഞങ്ങൾ വന്നതിൻ്റെ പർപ്പസ്. അതിനുശേഷം ശ്രീനാരായണ ഗുരു ഇവിടെ ഇരുന്നതിൻ്റെ പ്രാധാന്യം. ഹീ സാങ്ക്, എക്സ്ട്രീംലി സാങ്ക് ഇൻ ദ സ്പിരിച്വൽ ഫാദം ഓഫ് ദിസ് തിരുവേടകം ക്ഷേത്രം. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി എൻ്റെ പേപ്പറിലേക്ക് ഇങ്ങനെ തലയിട്ട് നോക്കുന്നുണ്ട്. വേഗത്തിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക ഗുരു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളാവിലെ ആളുകൾക്കെല്ലാം പെരിയ പഠിപ്പ് കടയുമല്ല. ഞാൻ പറഞ്ഞ് നിർത്തിയിട്ട് ഞാൻ മുഖത്തേക്ക് നോക്കിയിട്ട് തെരിയും ഞങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് അക്ഷരം എഴുതാൻ പറ്റും. പെരിയ പഠിപ്പെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ പഠിപ്പില്ലെന്നല്ല അർത്ഥം. എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഞങ്ങൾക്കിങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തന്നത് ആരാണെന്നറിയാമോ? ആ ഗുരുവിനെ അന്വേഷിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. വിദ്യ കൊണ്ട് നിങ്ങൾ പ്രബുദ്ധരാകണം. 2 ഉറുപ്പികയ്ക്ക് മക്കളെ തെണ്ടാൻ വിട്ട് ചരിത്രത്തിൽ എല്ലാ കാലവും തെണ്ടിവർഗമായി ജീവിക്കാൻ വിധിക്കപ്പെട്ട നിങ്ങൾക്ക് ഞങ്ങൾ 2 ഉറുപ്പിക തരാം. ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോവാ. അവർ പഠിച്ച് വലുതായി മാറട്ടെ എന്ന പ്രക്രിയ പാർവതി അയ്യപ്പൻ അവിടെ തുടങ്ങി വെച്ചു. ഇന്നവിടെ ചെല്ലുമ്പോൾ ധ്യാനത്തിൽ നിന്ന് എണീറ്റ് വന്ന മഹാഗുരു സഹോദരനോട് പറഞ്ഞ വാക്യം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് ഈ സ്ഥലം ഏറെ പ്രമുഖമായി തീരും. ഇവിടെ വലിയ കെട്ടിടങ്ങൾ ഉയർന്നു വരും. ആ കെട്ടിടങ്ങൾ കാണാൻ, ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ അനേകം മനുഷ്യർ വരുമെന്ന് പറയുന്ന ദീർഘദർശനം ഗുരു ശ്രീനാരായണ ധർമ്മസംഘത്തെ നിർമ്മിക്കുമ്പോൾ ആ ധർമ്മസംഘത്തിൻ്റെ മാനിഫെസ്റ്റോവായി എഴുതി വെച്ച ആശ്രമം എന്ന വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായിരിക്കണം ആശ്രമ അധിപൻ്റെ ഗുണം? ഗുരുവിൻ്റെ ദർശനത്തെ വിളിച്ചു പറയുന്ന വളരെ പ്രധാനപ്പെട്ട വരികളാണ്. ആശ്രമേ അസ്മിൻ ഗുരു കച്ചിദ് വിദ്വാൻ മുനിർ ഉദാരധി സമദൃഷ്ടി ശാന്തഗംഭീരാശയോ വിജിതേന്ദ്രിയൻ. 1ാമത്തെ ശ്ലോകം തീരണതേ ഉള്ളൂ. പരോപകാരി സ്യാദീനദയാലു സത്യവാക്പടു സദാചാരത ശീഘ്രകർത്തവ്യ കൃതതന്ത്രീയ. ഓരോ വാക്കും ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതാണ്. ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു ആശ്രമത്തിൻ്റെ അധിപനല്ല. പക്ഷെ എൻ്റെ ക്ലാസ് മുറി ഒരു ആശ്രമമാണെങ്കിൽ ആ ക്ലാസ് മുറിക്ക് അധിപനായ അധ്യാപകനായി ഞാൻ മാറുമ്പോൾ ഞാൻ പിന്തുടരേണ്ട കർമ്മശാസ്ത്രത്തെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം? അയാൾ വിദ്വാനായിരിക്കണം. ഗുരു അദ്വൈതത്തെക്കുറിച്ചിട്ടുള്ള തൻ്റെ സങ്കല്പം അവതരിപ്പിക്കുമ്പോൾ മോക്ഷത്തിൻ്റെ പടി കടക്കാൻ വിദ്യയാണ് ആസ്പദമെന്ന് പറയുന്നുണ്ട്, ജാതിയല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചു പോയവർക്ക് മാത്രമാണ് മോക്ഷമെങ്കിൽ അതല്ല. നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാധിഷ്ഠ കലസിത എന്ന് ഗുരു. ജാതിയല്ല, മതമല്ല, സമ്പത്തല്ല, അന്തസ്സല്ല, കുടുംബമഹിമയല്ല മോക്ഷത്തിൻ്റെ പടവുകൾ കയറുന്നതിനുള്ള മാനദണ്ഡം. മറിച്ച് വിദ്യയാണ്, 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 അറിവാണ് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. ആ അറിവിനെക്കുറിച്ചൊക്കെ നമുക്ക് ഗുരുവിൻ്റെ ദർശനത്തെ വികസിപ്പിച്ചുകൊണ്ട് പല മട്ടിൽ കടന്നു പോകാൻ പറ്റും. ഇപ്പോൾ ജനനി നവരത്നമഞ്ജരിയിൽ ഇല്ലാതമായിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല അനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദി അറിവാം. എല്ലാം ആദിമമായ ആ അറിവാണ്. നാം വലിച്ചു മാറ്റി നിർത്തുന്ന മനുഷ്യർ, നാം വലിച്ചെറിയുന്ന പുൽക്കൊടിത്തൊമ്പ്, നാം ഒഴിച്ചു കളയുന്ന ജലം, നാം വലിച്ചെറിഞ്ഞു കളയുന്ന മാലിന്യം, നാം അകറ്റി നിർത്തുന്ന കുഞ്ഞുങ്ങൾ, നമ്മൾ വെട്ടിമുറിച്ചിടുന്ന വസ്തുക്കൾ, നാം ഭേദബുദ്ധിയും ദേശബുദ്ധിയോടുകൂടി അപരവൽക്കരിക്കുന്നവർ സകലരും എല്ലാവരും ഞാനടക്കം ആദിമമായ അറിവിൻ്റെ ആ പ്രപഞ്ചലീലയാണെന്ന് പറയുന്ന ജനനീ നവരത്നമഞ്ജരിയിലും മാനായതും ജനനി മീനായതും ഭവതി നീ തന്നെ സകലതും എന്ന് പറയുന്ന തത്വചിന്തയിലും അറിവിലും അദ്വൈത ദർശനത്തിലും ദർശനമാലയിലും സ്വാനുഭവഗീതിയിലും കാളിനാടകത്തിലും എന്തിന് എനിക്കേറെ പ്രിയപ്പെട്ട വാസുദേവ അഷ്ടകത്തിലും ജ്വലിക്കുന്നത് ഈ അറിവിൻ്റെ ബോധ്യമാണ്. ഈ അറിവാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാകയാൽ ആശ്രമത്തിൻ്റെ അധിപനായ ഗുരു
അറിവുള്ളയാളായിരിക്കണം, ഉദാരനായിരിക്കണം, സമദൃഷ്ടിയോടുകൂടി പെരുമാറണം. ഒരാൾക്ക് കൂടുതൽ, ഒരാൾക്ക് കുറവ്, ഒരാൾ മികച്ചതെന്ന് കരുതുക, മറ്റൊരാൾ താഴെയാണെന്ന് കരുതുക. നീ ജാതിയിൽ ഉയർന്നവനല്ലേ എന്നവനെ ബഹുമാനിക്കുക, നീ താണവനല്ലേ എന്ന് പറയുക. അംബേദ്കർ എന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പുത്രൻ, ഒരു പക്ഷേ നമുക്ക് നിവർന്നിരിക്കാൻ കസേരയിൽ സമത്വത്തിൻ്റെ ഭരണഘടനയെ നിർമ്മിച്ചു വെച്ച ആ മഹാമനുഷ്യൻ ക്ലാസ് മുറിയിലിരുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. കടന്നു വരുമ്പോൾ ഏതോ ഒരു അധ്യാപകൻ പറഞ്ഞു, നിനക്കകത്തല്ല ഇരിപ്പിടം, നീ പുറത്തിരിക്കണം. ഏറ്റവും പുറത്ത് ഒരു പായ പോലുമില്ലാതെ നിലത്തിരുന്ന് കഷ്ടപ്പെട്ട് എഴുതി പഠിച്ച ആ മനുഷ്യൻ ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരുന്ന് പഠിച്ചാൽ പോരാ, പഠിക്കുന്നവർക്ക് ഇരിപ്പിടം മുമ്പിലായിരിക്കണം എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അലൈൻമെന്റ് നിർമ്മിക്കുന്ന ഒരു പ്രക്രിയ ഇന്ത്യയിൽ നടക്കുന്നതിന് എത്രയോ കാലം മുമ്പ് സമാധിയായി പോയ ശ്രീനാരായണൻ അറിവ് കൊണ്ട് വിമോചനത്തിൻ്റെ ഒരു തത്വചിന്തയെ തൻ്റെ ദർശനത്തിൽ എഴുതി വയ്ക്കുന്നു. ശാന്തഗംഭീരനായിരിക്കണം ഗുരു. ഒരു ഗുരുവും അശാന്തനായിരിക്കാൻ പാടില്ല, അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ പാടില്ല, ഒരാളോടും ദേഷ്യം പ്രകടിപ്പിക്കാൻ പാടില്ല, ഉച്ചത്തിൽ വർത്തമാനം പറയാൻ പോലും പാടില്ല. അക്കണക്കാണെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്നത് തെറ്റാണ്, ഞാൻ വളരെ ശാന്തമായി പറയണം. എർലിൻ കാഗെ പറയുന്നത് പോലെ അറ്റ്ലാന്റിക്കിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന എർലിൻ കാഗെ ഒരു 40 ദിവസം അവിടെ കുടുങ്ങിപ്പോയി. കാഗയുടെ പുസ്തകമുണ്ട്. കാഗയുടെ പുസ്തകം സൈലൻസ് ഇൻ ദ ഇറ ഓഫ് നോയിസ്. ഇത് വല്ലാത്ത ഒരു ഒച്ചയുടെ കാലമാണ്. ഒച്ചയുടെ കാലത്ത് സൈലൻസിൻ്റെ ശക്തി എന്ത് എന്ന് കാഗെ പറയും. ആ പുസ്തകത്തിൽ മൗനം ഞാൻ എങ്ങനെ പഠിച്ചു എന്നും കാഗെ പറയും. മൗനം എന്തെന്ന് എനിക്കറിയുമായിരുന്നില്ല. ഞാനൊരു 40 ദിവസം ഈ ധ്രുവ മഞ്ഞിനകത്ത് കുടുങ്ങിപ്പോയി. എൻ്റെ വീട്ടുകാരില്ല. വീടുണ്ടായിരുന്നെങ്കിൽ അവരോട് വർത്തമാനം പറയാൻ കഴിയുമായിരുന്നു. ഞാൻ എൻ്റെ കമ്പനി ജോലിയുമായി, റേഡിയോ സ്റ്റേഷൻ്റെ ജോലിയുമായി എത്തി മുറിഞ്ഞുപോയ ഈ മഞ്ഞുകട്ടയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ രാത്രി എനിക്ക് കഠിനമായിരുന്നു എന്ന് കാഗെ. ആരോട് ഞാൻ സംസാരിക്കും? സംസാരിക്കാൻ കഴിയാതെ ശരീരം ചിതറിത്തെറിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഉറക്കം മുറിഞ്ഞെണീൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് പ്രഭാത കിരണങ്ങളോട് സംസാരിക്കാൻ പറ്റും, ഞാൻ ചവിട്ടി നിൽക്കുന്ന ഭൂമിയോട് സംസാരിക്കാൻ പറ്റും. ഈ മഞ്ഞുകട്ടയ്ക്ക് അകത്ത് ഉരുകിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു ജലത്തിൽ അവശേഷിക്കുന്ന മത്സ്യത്തിൻ്റെ തുടിപ്പിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. ആ 40 ദിവസം കൊണ്ട് കാഗെ മൗനത്തിൻ്റെ ആശയത്തെ പഠിച്ചെടുത്തതിനെ പറ്റി ഈ പുസ്തകത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ആശയം ഗുരു വളരെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മുത്തശ്ശി മരിച്ചു പോയപ്പോൾ വീട്ടുകാരെല്ലാം കരയുന്നു. ഈ കുഞ്ഞത് കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്നാണു. കരച്ചിൽ കഴിഞ്ഞ് മുത്തശ്ശിയുടെ സംസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് മുറുക്കാൻ കഴിച്ച് തമാശ പറയുന്നു. കുഞ്ഞിനെ കാണാനില്ല. നാണുവിനെ കാണാതെ വീട്ടുകാർ മുഴുവൻ അസ്വസ്ഥപ്പെടുമ്പോൾ ആരോ ഒരാൾ വന്ന് പറയുന്നു, കുഞ്ഞ് നാണു മണയ്ക്കൽ കോവിലിൻ്റെ കാട്ടിലിരിക്കുകയാണ്. മണയ്ക്കൽ കോവിലിൻ്റെ കാട്ടിലിരിക്കുകയാണ്. നാണുവിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ചോദിച്ചു, മക്കളെ നീ എന്തിനാണ് അവിടെ പോയി ഒറ്റയ്ക്കിരുന്നത്? നാണു പറയുന്നുണ്ട്, അമ്മ മുത്തശ്ശി മരിച്ചപ്പോൾ നിങ്ങളൊക്കെ എന്ത് കരച്ചിലായിരുന്നു. ഞാനത് കണ്ടിട്ട് സങ്കടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം മുറുക്കാനും കഴിച്ച് തമാശ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇതെന്തൊരു നാടകമാണ്, ഇതെന്തൊരു കള്ളമാണ്. നീ അത്രയും നേരം ഒറ്റയ്ക്കിരുന്നോ? ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നു. 18ാമത്തെ വയസ്സിൽ പിടിച്ച വസൂരിയുടെ കാലത്ത് നാണുവിനെ കാണാനില്ല. അവൻ ദേശസഞ്ചാരത്തിന് പോയതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ അവനോട് ചോദിച്ചു, എവിടായിരുന്നു? അത് കോവിലിൻ്റെ ഉള്ളിലായിരുന്നു. നീ എങ്ങനെ അത്രയും നേരം അവിടെ ഇരുന്നു? ഞാനവിടെ ഒറ്റയ്ക്കിരുന്നു. നിന്റെ രോഗം ആര് ഭേദമാക്കി? ഭഗവതി അത് ഭേദമാക്കി എന്ന് പറയുന്നു. കുറച്ച് സമയം കൂടെ തുടരാനാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു കണക്കിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്കിലായിരുന്നു സത്യത്തിൽ. പക്ഷേ ഈ പറയുന്ന സമയം വരെ തുടരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാനിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പറന്നിട്ട് എൻ്റെ ചിറകുകളെ മെല്ലെ ഇങ്ങനെ താഴേക്ക് ഒതുക്കി ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ കോക്പിറ്റിൽ നിന്ന് പറയുകയാണ്, പോരാ, ലാൻഡ് ചെയ്യേണ്ട, ഒന്നുകൂടെ പറക്കണമെന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ ഒരു ഫിസിക്സിനെ കുറച്ച് സമയമെടുത്ത് ഒന്ന് എടുക്കേണ്ടി വരും. എന്തായാലും സ്വാഭാവികമായി ഞാൻ നിർത്തുന്ന സമയത്തിലേക്ക് ഞാനത് അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാം. അങ്ങനെ നാണു തിരിച്ചു വരുന്നു. ഇതിൻ്റെ പേരാണ് മൗനം. ഈ മൗനത്തെ ജീവിതത്തിൻ്റെ സംസ്കാരമായി പ്രതീകവൽക്കരിച്ച ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എഴുതുമ്പോൾ എഴുതുകയാണ്, ആശ്രമത്തിൻ്റെ അധിപൻ ശാന്ത
ഗംഭീരനായിരിക്കണം. അത് കഴിഞ്ഞുള്ള വാക്കാണ് ഏറ്റവും പ്രധാനം, വിജിതേന്ദ്രിയനായിരിക്കണം. ഗുരു ദൈവദശകത്തിനുള്ളിൽ ജൈന ഭഗവാനെ സങ്കല്പിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജൈനദേവനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം തീർത്ഥങ്കരന്മാരുടെ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഗുരു വീര്യവാനായ ജൈനൻ എന്ന് പറയും. ഗുരുവിൻ്റെ ഏകമത സങ്കല്പത്തിൽ എല്ലാ മതങ്ങളിലുമുണ്ട് സ്വീകാര്യമായ കർമ്മങ്ങൾ. ഒരു മതവും നിന്ദിക്കാൻ പാടില്ല. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിനെ പോലെ അപൂർവം ഋഷിമാർ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം, അപൂർവം ഋഷിമാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു മതത്തെയും നിന്ദിക്കരുത്. ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ ഒരു സ്ഥലത്തും ഗുരു ഏതെങ്കിലും ഒരു മതത്തെ എപ്പോഴെങ്കിലും നിന്ദിച്ചതായി നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഗുരു എല്ലാ മതങ്ങളെയും അപൂർവമായി സ്വീകരിച്ചിരുന്നു. മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴും ഗുരു അവയെ ചേർത്ത് പിടിച്ചിരുന്നു. അങ്ങനെയാണല്ലോ CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ മധ്യത്തിൽ ഗുരു പറയുന്നത്, ഏകമതം എന്ന സങ്കല്പത്തിൻ്റെ ആശയം എന്തെന്നാൽ എല്ലാ മതങ്ങളിലുമുണ്ട് സ്വീകാര്യമായ കർമ്മശാസ്ത്രം. ഹിന്ദുധർമ്മത്തിൽ അത് സ്ഥിതിയുടെ, അത് സംരക്ഷണത്തിൻ്റെ, അത് സ്ഥിരബുദ്ധിയുടെ കർമ്മശാസ്ത്രം. അതുകൊണ്ടാണ് ഹിന്ദുധർമ്മത്തിന് എല്ലാ ആശയങ്ങളെയും സ്വീകരിക്കാൻ പറ്റുന്നത്. ഏത് മതത്തെയും ഹിന്ദുധർമ്മത്തിന് സ്വീകരിക്കാൻ കഴിയുന്നത് ഇത് സ്ഥിതിയുടെ മതമായതുകൊണ്ടാണ്. അതിനെ മതമെന്ന് പറയാമെങ്കിൽ അത്ര വിശാലമായ ആ സ്ഥിതിയുടെ സമത്വബോധത്തിൻ്റെ ആശയത്തെ അതിൽ നിന്നെടുക്കുക, സാഹോദര്യത്തെ ഇസ്ലാമിൽ നിന്നെടുക്കുക, സ്നേഹത്തെ ക്രിസ്തുധർമ്മത്തിൽ നിന്നെടുക്കുക, ബുദ്ധധർമ്മത്തിൽ നിന്ന് അഹിംസയെ എടുക്കുക, വീര്യത്തെ ജൈനബോധത്തിൽ നിന്ന് നമുക്കെടുക്കുക. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ ചിതറാൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പിള്ളത്തടത്തിന് സമീപം എന്നതുപോലെ ജൈന ഭഗവാന്റെ ഒരു ശില്പം നമുക്ക് കാണാൻ പറ്റും. ആ ശില്പത്തെ നോക്കിക്കൊണ്ടു നിന്നാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഈ ദർശനത്തെ പിടികിട്ടും. വീര്യവാനായ ജൈനദേവൻ, വിജിതേന്ദ്രിയനായ ആശ്രമത്തിൻ്റെ അധിപനായ ഗുരു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ശ്രീബുദ്ധ ഭഗവാന്റെ ജീവചരിത്രത്തിൽ ഒരു സന്ദർഭത്തെ നമുക്ക് ഓർക്കാൻ പറ്റും. ബുദ്ധ ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് പിതാവിനെ കൊന്ന് അധികാരത്തിലെത്തിയ അജാതശത്രു ബുദ്ധൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവായ ബിംബിസാരനെ വധിച്ച് സിംഹാസനം പിടിച്ചെടുത്ത അജാതശത്രു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തൻ്റെ രാജ്യത്തെ ഒരു ഗോത്രവിഭാഗമായ വജ്രയാനികൾ എന്ന ഒരു ഗോത്രത്തെ നശിപ്പിക്കാൻ അജാതശത്രു തീരുമാനിച്ചു. അപ്പോൾ ഏതോ ഒരു ഗുരുവായിരിക്കണം അജാതശത്രുവിൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു, ബുദ്ധ ഭഗവാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അങ്ങ് ബുദ്ധ ഭഗവാനോട് ഇതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഈ മട്ടിലുള്ള ഒരു യുദ്ധത്തിന് പുറപ്പെടാവൂ. അപ്പോൾ അജാതശത്രു തൻ്റെ മെസ്സഞ്ചറായി ആനന്ദൻ എന്നൊരാളെ ബുദ്ധൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അദ്ദേഹം അവിടെ ചെന്നിട്ട് ബുദ്ധ ഭഗവാന്റെ മുന്നിൽ ഈ നിൽപ്പിനെ നമുക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം കുമാരനാശാൻ്റെ എത്രയോ കൃതികളിൽ, പ്രത്യേകിച്ചും കരുണയിൽ, ബുദ്ധ ഭഗവാന്റെ മുന്നിലേക്ക് എത്തിച്ചേരുന്ന മാതങ്കിയെ അവതരിപ്പിച്ചിരിക്കുന്ന രംഗം നമ്മൾ ഓർത്താൽ മതി. ആനന്ദൻ ബുദ്ധൻ്റെ മുന്നിൽ ചെന്നു. ബുദ്ധൻ്റെ മുന്നിൽ ചെന്നിട്ട് അജാതശത്രു വജ്രയാനികളുടെ റിപ്പബ്ലിക്കിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ ആനന്ദനോട് നിന്റെ രാജാവിനോട് പോയി പറയുക എന്ന മട്ടിൽ ഒരു അഭിപ്രായം പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് മഹാപരിണിസന്ന സുത്തത്തിൽ ഈ മട്ടിൽ പറയുന്നുണ്ട്. ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു വിട്ടു, ആനന്ദ, നീ നിന്റെ രാജാവിനോട് പോയി പറയണം കേട്ടോ. ഒട്ടും ഉച്ച ഉയർത്താതെയാ പറയുന്നത്. ഗുരു, ഈ പറയുന്ന വിജിതേന്ദ്രിയനായ ഗുരു പറയുന്ന മറുപടിയാണിത്. ആനന്ദ, നീ അജാതശത്രുവിനോട് പോയി പറയണം കേട്ടോ, നിങ്ങൾ ആക്രമിക്കാൻ പോകുന്ന വജ്രയാനികളുണ്ടല്ലോ, അവർ ഇടയ്ക്കിടെ ഗോത്രസഭകൾ വിളിച്ചു ചേർക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോത്രസഭ എന്ന് പറഞ്ഞാൽ ഇതൊരു സഭയാണ്. ഈ സഭയിലേക്ക് ആർക്കും കടന്നു വരാം. നമ്മൾ ഒരാൾക്കും അതിര് നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഇത് പഠിക്കാനോ കേൾക്കാനോ സംസാരിക്കാനോ സംശയം ഉന്നയിക്കാനോ. ആരെങ്കിലും ഒരാൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ പ്രഭാഷണം ചെയ്യുന്ന ഞാനോ
സംഘടിപ്പിക്കുന്ന ഈ മഹത്തുക്കളോ കേട്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും അയാളെ തടയുമോ? തടയില്ല. കാരണം അവരെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വാക്യം ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് സഭ. ബുദ്ധൻ പറഞ്ഞ കാര്യം ഇതാ. വിജിതേന്ദ്രിയൻ എന്ന വാക്കിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ സഞ്ചരിച്ചു പോകുന്നൊരു സന്ദർഭത്തെക്കുറിച്ച് പറയുക. ആനന്ദ, നീ നിന്റെ രാജാവിനോട് പോയി പറയണം, വജ്രയാനികൾ ഇടയ്ക്കിടെ ഗോത്രസഭകൾ വിളിച്ചു ചേർക്കാറുള്ളത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ആനന്ദ, വജ്രയാനികൾ അപ്രകാരം ഗോത്രസഭകൾ വിളിച്ചു കൂട്ടുന്നിടത്തോളം കാലം അവർ നശിക്കുകയില്ല കേട്ടോ, അവർ നന്നാവുകയേ ഉള്ളൂ. എന്നിട്ട് ഈ വജ്രയാനികളുടെ സംസ്കാരത്തെപ്പറ്റി ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു വിടും. ആകയാൽ നിന്റെ രാജാവിന് ഒരിക്കലും അവരെ തകർക്കാൻ പറ്റുകയില്ല. അങ്ങനെ നമ്മുടെ സമൂഹത്തെ തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇന്ദ്രിയ ശക്തിയുടെയും ധ്യാനശക്തിയുടെയും സാംസ്കാരിക ശക്തിയുടെയും ഒരു പാഠത്തെ നമുക്ക് പറഞ്ഞു തന്ന മഹാഗുരുവിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരു. ഞാൻ എൻ്റെ വർത്തമാനത്തെ ചുരുക്കുകയാണ് ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്. നടരാജഗുരു മരുത്വാമലയെക്കുറിച്ച് എഴുതിയ വാക്യം ഞാൻ പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. ദ ക്യാബൻസ് ഇൻ ദ നിയർ ബൈ ഹിൽസ് and the lotus ponds abounding in the locality where the great seas meet from east and west and pure oceanic breezes sweep forever across the land. നടരാജൻ ഇത് എഴുതിയ മണ്ണിലിരുന്നായിരിക്കണം ഒരു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഊട്ടിയിലെ ഫേൺ ഹില്ലിലുള്ള ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ മുകളിൽ ഞാൻ നിന്ന് ആ ലൈബ്രറിക്കുള്ളിലിരുന്നിട്ട് നിത്യചൈതന്യേതി വായിച്ച പുസ്തകങ്ങളെ വായിക്കുന്നു. ഇതേ മട്ടിൽ ശിവഗിരിക്കുന്നിൽ വിജനമായി കിടന്ന ആ കുന്നിൻ്റെ മുകളിൽ തപസ്സിൻ്റെ ഒരു മഹാപ്രപഞ്ചത്തെ ശ്രീനാരായണ ഗുരു നിർമ്മിച്ചു വെച്ചു. അത് നിർമ്മിച്ചിട്ട് 928 ഗുരു സമാധിയായി. നമ്മളോട് ആരോടെങ്കിലും ചോദിച്ചാൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയം അനുഭവിച്ച ആളാരാണെന്ന് ചോദിച്ചാൽ നമ്മളിലെല്ലാം ഒറ്റയടിക്ക് മറുപടി പറയും, അത് പ്രേം നസീറാണെന്ന്. ഒരു സംശയമില്ല. ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ ഈ കൂട്ടത്തിൽ പലരുടെയും മുഖം വിടരുന്നത് ഞാൻ കാണുന്നുണ്ട്. കാരണം എത്രയോ ദിനങ്ങൾ നമ്മുടെ സിനിമാ കൊട്ടകയ്ക്കകത്ത് ജീവിതത്തിൻ്റെ സ്നേഹം വിടർത്തിയ ഒരു പേരാണ് പ്രേം നസീർ. പുള്ളിക്കാരൻ്റെ പേര് ആക്ച്വലി അബ്ദുൽ ഖാദർ എന്നായിരുന്നല്ലോ. തിക്കൃഷിയാണല്ലോ അദ്ദേഹത്തെ പ്രേം നസീർ എന്ന് പേര് വിളിക്കുന്നത്, ഇട്ടുകൊടുത്തത്. ഈ പ്രേം നസീർ പ്രേമിച്ചതുപോലെ മലയാളത്തിൽ ആരും പ്രേമിച്ചിട്ടില്ല. അതുകൊണ്ട് 10-600 സിനിമയിൽ അഭിനയിച്ച് നിത്യഹരിത നായകൻ എന്ന പേരിൽ ഗിന്നസിൽ ഈ പുള്ളിക്കാരൻ സ്ഥാനം നേടി. ഒരു സിനിമാ നടിയോടൊപ്പം ഒരുമിച്ച് അനേകം സിനിമകളിൽ ഷീല എന്ന് പറയുന്ന നായികയോടൊപ്പം അദ്ദേഹം അഭിനയിച്ച് തകർത്തു. കേരളത്തിലെ എത്രയോ മണിക്കൂറുകൾ പ്രണയത്തിൻ്റെ സംഗീതത്തെ ഈ നായികാനായകന്മാർ നമുക്ക് തന്നു. MTയുടെ കഥാപാത്രം, തകഴിയുടെ കഥാപാത്രം, പാറപ്പുറത്തിൻ്റെ കഥാപാത്രം, മലയാളത്തിലെ സകലമാന സാഹിത്യ സംരംഭങ്ങളിലും പ്രേം നസീർ ഒരു വികാര വായ്പായി മാറി. ഞാൻ ആലോചിക്കാറുണ്ട്, ഇതിനും മാത്രം സൗഭാഗ്യം ഇയാൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത്. നമുക്കൊന്നും കിട്ടാത്ത ഈ സൗഭാഗ്യം പ്രേം നസീറിന് എങ്ങനെ കിട്ടി? ഉത്തരമുണ്ട്. പുള്ളി ജനിച്ച സ്ഥലം അങ്ങനൊരു സ്ഥലത്താണ്. അദ്ദേഹം ജനിച്ചത് ചിറയിൻകീഴിലെ ഒരു കായൽക്കരയിലാണ്. ഈ സ്ഥലത്തുനിന്ന് അധിക ദൂരമില്ല കുമാരനാശാൻ ജനിച്ച അഞ്ചുതെങ്ങിലേക്ക്, കായ്ക്കരയിലേക്ക്. എന്ന് പറഞ്ഞാൽ പ്രേം നസീറിൻ്റെ പ്രേമത്തിൻ്റെ മുഴുവൻ കാരണവും കുമാരനാശാനാണ്. മലയാളത്തിൽ ഒരു അഭിനേതാവിനും കവിതകൾ ഇതുപോലെ അറിഞ്ഞൂടാ. കുമാരനാശാൻ്റെ സകല കവിതകളും പ്രേം നസീറിനറിയാം. ലീലയും നളിനിയും ചണ്ടാല ഭിക്ഷുകിയും, എന്തിന് ചിന്താവിഷ്ടയായ സീതയും. ആ ചിന്താവിഷ്ടയായ സീത പറയുന്നുണ്ടല്ലോ, കളിയാടും പ്രിയനെന്ന് കുട്ടി പോൽ. ഭഗവാൻ രാമനെ അവതരിപ്പിക്കുക. എല്ലാവരും അങ്ങയെ ആക്ഷേപിച്ചാലും ഈ ഉടജാന്തവാടിയിലിരുന്ന് ഇത്ര നേരവും ഞാൻ അങ്ങയെ വിമർശിച്ച് സംസാരിച്ചെങ്കിലും പ്രിയപ്പെട്ട രാമ, എനിക്കൊരു ആമ്പൽപ്പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ചാടിയിറങ്ങി ആമ്പൽപ്പൂ പൊട്ടിച്ചു കൊണ്ടുവന്നവനെ, ഈ വിടപങ്ങളിൽ എന്നോടത്തോടിയും നളിനങ്ങൾ അറുത്തു നീന്തിയും കളിയാടും പ്രിയനെന്ന് കുട്ടി പോൽ. പ്രേമമാണ് കുമാരനാശാൻ, കാമമല്ല പ്രണയം.
സ്നേഹമാണ് ജീവിതത്തിൻ്റെ ശക്തി. മാംസ നിബദ്ധമല്ല രാഗമെന്ന് പറയുമ്പോഴും മാംസത്തിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രം കുമാരനാശാനിലുണ്ട്. ഈ സൗന്ദര്യം മുഴുവൻ പ്രേം നസീർ മൊത്തിക്കുടിച്ചു എന്ന് മാത്രമല്ല, ഭാസുരേന്ദ്രൻ സാർ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഗുരു സമാധിയാകുന്നതിന് 2 കൊല്ലം മുമ്പാണ് നസീർ ജനിച്ചത്. എനിക്കതിൻ്റെ റെഫറൻസിനെ കുറിച്ച് അറിഞ്ഞുകൂടാ കേട്ടോ. പ്രേം നസീറിന് ഒരു അസുഖം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ശിവഗിരിയിലേക്ക് ഗുരുവിൻ്റെ അടുത്ത് ഈ പ്രേം നസീറിനെ കൊണ്ടുവരുന്നുണ്ട്. ഗുരു ഒരു മരുന്ന് പറഞ്ഞു കൊടുത്ത് പ്രേം നസീറിൻ്റെ അസുഖം ഭേദമായതിനെക്കുറിച്ച് റെഫറൻസ് അറിയില്ല, ഭാസുരേന്ദ്രൻ സാറിൻ്റെ പ്രസംഗത്തിൽ കേട്ട ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. ആ പ്രേം നസീറിൻ്റെ ദേഹം മുഴുവൻ ഗുരുവാണ്. ആ പ്രേം നസീറിൻ്റെ സംസ്കാരം മുഴുവൻ കുമാരനാശാനാണ്. അതുകൊണ്ടാണ് ഈ പുള്ളി ഇങ്ങനെ വിജയിച്ചത്. ഈ പുള്ളിയുടെ സ്നേഹത്തെ നമ്മൾ ഏറ്റെടുത്തത് അതുകൊണ്ടാണ് കുമാരനാശാനെ പറ്റി ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ആ 4 വരി വയലാർ എഴുതിയ 4 വരിയാണ്. പല്ലന ആറ്റിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു, മാറ്റുവിൻ ചട്ടങ്ങളെ. ആക്ച്വലി അതൊരു വിപ്ലവഗാനമല്ല. അതാ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അത് സാക്ഷാൽ ഹരിപ്പാട്ടുകാരൻ MG രാധാകൃഷ്ണൻ സാറ് പാടിയ ഒരു പ്രണയഗാനമാണ്. ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രേം നസീറും അപ്പുറത്ത് ഷീലയാണ്. കണ്ണോട് കണ്ണ് നോക്കി നിന്ന ഈ പാട്ട് പാടുന്ന പല്ലനയാറ്റ് തീരത്തിൽ. ആശാൻ അനുഗ്രഹിച്ച ഒരാളാണ് ഈ പ്രേം നസീർ. ഇത് നിങ്ങളാലോ, ഇയാളെന്തിനാ ഈ പ്രേം നസീറിനെ കുറിച്ച് പറയുന്നത്? ഇയാൾ കുറേ നേരമല്ലോ കുമാരനാശാനെയൊക്കെ കൊണ്ട് പ്രേം നസീർ കെട്ടി പല്ലരയാറൻ തീരമൊക്കെ എടുത്ത് അടിച്ച്. എന്നാ ലക്ഷ്യമാണ്? ഈ പ്രേം നസീർ മരിച്ചപ്പോൾ പുള്ളി അടക്കിയത് എവിടെയാണെന്നറിയാമോ? അദ്ദേഹം ജനിച്ച ചിറയിൻ കീഴിലെ കാട്ടുമുറാക്കൽ പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. പള്ളിയുടെ പേര് ശ്രദ്ധിച്ചോ, കാട്ടുമുറാക്കൽ. അതെന്നാതിനാ ഇവിടെ പറയുന്നേ? കാരണമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പര നടന്നല്ലോ. ഒരു വീടിനുള്ളിൽ ഒരു പയ്യൻ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, സഹോദരനെ കൊന്നു, ആ പിതാവിൻ്റെ അമ്മയെ കൊന്നു, കൂടപ്പിറപ്പുകളെ കൊന്ന് അവൻ്റെ പ്രിയപ്പെട്ടവളെ അതിദയനീയമായി അവൻ കൊല ചെയ്ത് കളഞ്ഞു. നമ്മുടെ കൂട്ടത്തിലൊരു പെൺകുട്ടിയാണ്, സ്നേഹത്തിൻ്റെ പേരിൽ അടിച്ചു കൊന്നു. ആ കൊച്ചു പെൺകുട്ടിയെ, സഹോദരിയെ അടക്കം ചെയ്തത് എവിടാണെന്നറിയാമോ? ഇതേ കാട്ടുമുറാക്കൽ പള്ളിയിൽ പ്രേം നസീറിൻ്റെ ശരീരം അടക്കം ചെയ്ത ഖബറിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലാത്ത സ്ഥലത്ത്. എന്ന് പറഞ്ഞാൽ പ്രേം നസീറിൻ്റെ ഖബർ കിടക്കുന്നിടത്തുനിന്ന് ഒരു 50-100 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഈ കൊച്ചു സഹോദരിയുടെ ശരീരം കിടക്കുന്ന സ്ഥലത്ത്. അവൾ മരിക്കേണ്ട പ്രായമല്ല അത്. ഈ ദൂരമാണ് കേരളം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ദൂരം. നമ്മൾ കേൾക്കുന്ന വാർത്തകളിലെ ഞെട്ടിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ. മദ്യം, ലഹരി, എന്താണ് സ്നേഹമെന്നറിയാത്ത അവസ്ഥ, ദുർവ്യതിയാനം, സകല ദുരന്തങ്ങളും നമ്മളെ പിടിച്ചു വാടാൻ വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഔഷധമുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്നാണ് നമ്മുടെ ഉത്തരം. ആ ഔഷധമാണ് പുറകിലിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു എന്തേ എടുത്ത് പ്രയോഗിക്കാൻ മടി എന്ന് നമ്മുടെ ചോദ്യം. ഞാൻ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കുകയാണ്. 12 മണി വരെ എനിക്ക് സമയമുണ്ട് എങ്കിലും തൽക്കാലം ഞാൻ ഈ എയർപോർട്ടിലേക്ക് മെല്ലെ എൻ്റെ ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്യുക. എന്നിട്ട് 12 മണിക്ക് മാത്രമേ എൻ്റെ പ്രസംഗത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകാവൂ എന്ന് മാത്രം യാത്രക്കാരോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ ഇവിടെ പ്രഭാഷണത്തിന് ക്ഷണിച്ച പ്രിയപ്പെട്ട സംഘാടകരോടുള്ള എല്ലാവരോടും, ഞാൻ പേരെടുത്തെടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ വർത്തമാനത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ ശ്രീനാരായണ ദർശനങ്ങൾക്കോ ശ്രീനാരായണ സംസ്കാരത്തിനോ ചേരാത്ത രീതിയിലുള്ള വാക്കോ ടോണോ പ്രയോഗമോ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നുകൂടി പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ഗുരുജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.